أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. اللهم اجعلنا منهم. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, നാം ഈ ഒത്തുകൂടിയതുപോലെ പടച്ച റബ്ബിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമുക്കും കുടുംബത്തിനും ബന്ധപ്പെട്ടവർക്കും ഒത്തുകൂടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇന്ന് നമ്മൾ തുടങ്ങുന്നത് സൂറത്തുൽ ബഖറ. നേരത്തെ നമ്മൾ പറഞ്ഞതായിരുന്നു, ഒരു ജുസ് അതിൻ്റെ ഇടയിലൊന്ന് ചർച്ച ചെയ്യാം. പിന്നെ യാസീനും അൽ കഹ്ഫും ഒക്കെ ഉണ്ട്. ഇൻഷാ അള്ളാ ചിലർക്ക് തർത്തീബായി പോകണമെന്നൊരു അഭിപ്രായമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എടുത്തതാണ്. ഇനി അതിൻ്റെ ഇടയിൽ നമുക്ക് വീണ്ടും യാസീനും അൽ കഹ്ഫും ഒക്കെ ചർച്ച ചെയ്യണം തോന്നുന്നുണ്ടെങ്കിൽ ഇടയിൽ കയറുകയും ചെയ്യാം. ആദ്യം നമുക്ക് സൂറത്തുൽ ബഖറ നമുക്ക് ചർച്ച ചെയ്യാം. വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് സൂറത്തുൽ ബഖറ. അൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ പിശാച്ച് വരൂല എന്നൊക്കെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാം. അൽ ബഖറ സൂറക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട്. ഒരുപാട് ആശയങ്ങൾ അടങ്ങുന്നതാണ് സൂറത്തുൽ ബഖറ. ധാരാളം വിധികൾ, വിലക്കുകൾ, നിയമങ്ങൾ, ചരിത്രങ്ങൾ, ഉപദേശങ്ങൾ എല്ലാം അടങ്ങിയതാണ് സൂറത്തുൽ ബഖറ. ഒരത്ഭുത പശുവിൻ്റെ കഥ പറയുന്നത് കൊണ്ട് ആണ് അൽ ബഖറക്ക് അൽ ബഖറ എന്ന് പേര് വന്നത്. ഇൻഷാ അല്ലാഹ് ആയത്തെത്തുമ്പോൾ നമുക്ക് പറയാം. നമ്മൾ ഇന്നിപ്പോൾ ആ ഓതി വെച്ച ഭാഗം അത്രയും വിശാലമായ വിശദീകരണം വേണം. അത് ചെറുതായി ഒന്ന് വിശദീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിൻ്റെ തിരുനാമത്തിലാണ് ഈ അധ്യായത്തിൻ്റെ തുടക്കം. അവൻ റഹ്മാനും റഹീമുമാകുന്നു. ബിസ്മി ഒരുപാട് തവണ ചർച്ച ചെയ്തതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാം.
ഇനി ഇതിലൊരു പുതുമയുള്ളത്, പലപ്പോഴും നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുത്തവർക്ക്, നേരത്തെ പങ്കെടുക്കുന്നവർക്ക് പലർക്കും നമ്മൾ ചർച്ച ചെയ്ത് കേൾപ്പിച്ച ഒരാശയമാണ്. പക്ഷെ പുതുമുഖങ്ങൾ ഉള്ളതുകൊണ്ട് അവർക്ക് വേണ്ടി ചെറിയൊരു വിശദീകരണം. അലിഫ് ലാം മീം, അലിഫ് ലാം മീം, ഇങ്ങനെ പല സൂറത്തുകളുടെയും തുടക്കത്തിൽ കേവല അക്ഷരങ്ങളോ അല്ലെങ്കിൽ ഏതാനും അക്ഷരക്കൂട്ടുകളോ പ്രത്യേക രൂപത്തിൽ വന്നതായി നമുക്ക് കാണാൻ കഴിയും. അലിഫ് ലാം മീം, അലിഫ് ലാം റാ, ഹാ മീം, യാസീൻ, അങ്ങനെയൊക്കെ പല അക്ഷരക്കൂട്ടുകളും കാണാൻ കഴിയും. 3 അക്ഷരം, 2 അക്ഷരം, അങ്ങനെയൊക്കെ. അതിൽ കേവല അക്ഷരങ്ങളുള്ളതും ഉണ്ട്. നൂൻ, ഒറ്റ അക്ഷരം കൊണ്ട് തുടങ്ങുന്നത്, സ്വാദ്, ഇങ്ങനെയൊക്കെയുള്ള അക്ഷരങ്ങൾ. അപ്പം നമ്മൾ പറയുന്നത് ഈ സൂറത്തുകളുടെ തുടക്കത്തിൽ വരുന്ന ഈ കേവല അക്ഷരങ്ങളോ അല്ലെങ്കിൽ അക്ഷരക്കൂട്ടുകളോ, ഇതിൻ്റെ വ്യാഖ്യാനം അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അറിയില്ല. അതാണ് സത്യം. കൃത്യമായ വിശദീകരണം പടച്ചോന് മാത്രമേ അറിയുള്ളൂ. അതിൻ്റെ വിശദീകരണങ്ങൾ എന്താണെന്ന് പടച്ച റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അത് പഠിക്കേണ്ട ഭാഗവുമല്ല. പഠിക്കേണ്ട ഭാഗമായിരുന്നെങ്കിൽ അല്ലാഹു തആല അത് നമുക്ക് കേൾപ്പിച്ചു തരുമായിരുന്നു, അത് വിശദീകരിച്ചു തരുമായിരുന്നു. അതിൻ്റെ ആശയങ്ങളാണ് പറഞ്ഞത്. പദങ്ങൾ കേൾപ്പിച്ചു തന്നിട്ടുണ്ട്, പക്ഷേ ആശയങ്ങൾ വിശദീകരിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് ഇവിടെ 2 റൂട്ടാണ് പണ്ഡിതന്മാർ സ്വീകരിച്ചിരിക്കുന്നത്. ഒന്ന്, അത് കേവലം അക്ഷരങ്ങളായതുകൊണ്ട് കൃത്യമായ വിശദീകരണം ഇന്നതാണെന്ന് പടച്ചോൻ നേരിട്ട് അറിയിച്ചു തരാത്തത് കൊണ്ടും പഠിപ്പിക്കാൻ മറ്റുള്ളവർക്ക് നിർദ്ദേശമില്ലാത്തത് കൊണ്ടും അതേക്കുറിച്ച് ഏറ്റവും കരണീയമായ മാർഗം, സേഫായ മാർഗം, അല്ലാഹു അഅലം ബി മുറാദിഹി ബിദാലിക് എന്ന് പറയലാണ്. ഇതാണ് ഒരു റൂട്ട്. അതുകൊണ്ടാണ് തഫ്സീർ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ ആയത്തിൻ്റെ തഫ്സീർ പരതുമ്പോൾ പല തഫ്സീറുകളിലും കാണുക അലിഫ് ലാം മീം. ജലാലൈനി പോലെയുള്ള കിതാബുകളിലൊക്കെ പലപ്പോഴും കാണും അല്ലാഹു അഅലം ബി മുറാദിഹി ബിദാലിക്. അങ്ങനെയാണ് അർത്ഥം. ഇതിൻ്റെ സാക്ഷാൽ ഉദ്ദേശ്യം അള്ളാഹുവിന് മാത്രമേ അറിയൂ. അങ്ങനെ പറഞ്ഞാൽ മതി. അങ്ങനെ അർത്ഥമറിയാത്ത ഒരു വിഭാഗം ആയത്തുകൾ, കുറഞ്ഞ ഭാഗമെങ്കിലും വിശുദ്ധ ഖുർആനിൽ എന്തിനായിരിക്കും വെച്ചത്? അതിനെപ്പറ്റി പലതരത്തിലുള്ള ചർച്ചകളും പണ്ഡിതന്മാർ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമതായി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിശുദ്ധ ഖുർആൻ, ഇതിലെ ഈ അക്ഷരങ്ങളെക്കുറിച്ച്, വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഈ അക്ഷരങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പലപ്പോഴും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇവിടെ നമ്മളെ അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശ്യം മനസ്സിലാക്കി തരുന്നില്ലെങ്കിൽ പിന്നെ അതിൻ്റെ താല്പര്യം എന്തായിരിക്കുമെന്ന് ചോദിച്ചപ്പം ഇത്തരത്തിലുള്ള അക്ഷരങ്ങൾക്ക് പറയുന്ന പേര് അൽ ഹുറൂഫുൽ മുഖത്തഅ എന്നാണ്. ഹുറൂഫു മുഖത്തഅത്ത് എന്നാണ് ഈ കേവല അക്ഷരങ്ങളെ വിളിക്കാറുള്ളത്. അതിൽ എന്തുകൊണ്ട് ഇങ്ങനെ ചില അക്ഷരങ്ങൾ വന്നു? ഇത് ഖുർആന്റെ അത്ഭുത സ്വഭാവം പ്രകടിപ്പിക്കാനാണ് എന്ന് അല്ലാമ അൽ ഹാഫിദ് ഇബ്നു കസീർ ഒക്കെ ഈ വിഷയം വളരെ കൃത്യമായി വിശദീകരിക്കുന്നത് കാണാം. ഖുർആന്റെ ഇഅ്ജാസ്, ഖുർആന്റെ അത്ഭുതം,
ഖുർആന്റെ അമാനുഷികത അത് ബോധ്യപ്പെടുത്തി തരാനാണ്. എന്ന് പറഞ്ഞാൽ ഖുർആൻ വെല്ലുവിളിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ മുമ്പിൽ വെച്ചിട്ട് വെല്ലുവിളിച്ചു. ഇത് മുഹമ്മദിന്റെ സ്വന്തം സൃഷ്ടിയാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചവരെ വെല്ലുവിളിച്ചു. കഴിയുമെങ്കിൽ, നിങ്ങൾ അറബി സാഹിത്യ പടുക്കളാണല്ലോ, അറബി സാഹിത്യത്തിൽ രാജാക്കന്മാരാണല്ലോ നിങ്ങൾ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്കൊന്നും പരിചയമില്ലാത്ത ഏതോ ഒരു കലയല്ല. നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു കല കൊണ്ടുവന്ന് വെല്ലുവിളിക്കുക. ഇപ്പം നിങ്ങൾക്ക് തീരെ പരിചയമില്ലാത്തൊരു കാര്യം, ആ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നതിൽ അർത്ഥമല്ല. നിങ്ങൾക്ക് പരിചയമുള്ള സംഗതി ഞാൻ കൊണ്ടുവന്നതുപോലെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല. രണ്ടു കൂട്ടർക്കും പരിചയമുള്ള ഒരു സംഭവമാണ്. പക്ഷേ ഞാൻ കൊണ്ടുവന്നതുപോലെ കൊണ്ടുവരാൻ കഴിയുന്നില്ലെങ്കിൽ അവിടെയാണ് ഇത് മനുഷ്യന് കഴിയുന്നതല്ല, ഇതെനിക്ക് പടച്ചോൻ ഇറക്കി തന്നതാന്ന് പറഞ്ഞത് സത്യാവുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതേ നിങ്ങൾക്ക് പരിചയമില്ലാത്ത വിഷയമല്ല. നിങ്ങൾ പറയുന്ന അലിഫും ലാമും മീമും അതൊക്കെ തന്നെയാണ് ദിലയും സംഗതി. ഇത്തരത്തിലുള്ള അറബി അക്ഷരമാലകൾ, അറബികൾക്ക് പരിചിതമായ അക്ഷരമാലകൾ തന്നെയാണ് ഖുർആനിലുള്ളത്. എന്നിട്ടും നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇതുപോലെ ഒന്ന് അവതരിപ്പിക്കാൻ കഴിയുന്നില്ല? അവിടെയാണ് നിങ്ങൾ തോറ്റുപോകുന്നത്. ഇത് അള്ളാഹുവിൽ നിന്നാണെന്ന് സമ്മതിക്കേണ്ടി വരുന്നത് അവിടെയാണോ? ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതെവിടെന്നോ നിങ്ങൾക്കൊന്നും പരിചയമില്ലാത്ത ഒരു സംഭവം പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ ഞെട്ടിക്കുകയാണെന്ന് കരുതരുത്. ഞാൻ പറഞ്ഞത് സത്യമാണ്. അറബി സാഹിത്യത്തിൽ രാജാക്കന്മാരായ നിങ്ങൾക്ക് ഇതിനെ തൊട്ടുനോക്കാൻ കഴിയുന്നില്ല, ഇതിന് സമാനമായ ഒന്ന് കൊണ്ടുവരാൻ പറ്റുന്നില്ല. അതേസമയം തികഞ്ഞ ഉമ്മിയായ ഒരു ഓത്തുപള്ളിയിൽ പോയി ഒരു സ്ലൈറ്റ് പിടിച്ച് വരച്ചിട്ടില്ലാത്ത, ഒരു പുസ്തകം മറിച്ച് വായിച്ചിട്ടില്ലാത്ത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രയും വലിയ അത്ഭുതങ്ങൾ നിറഞ്ഞ വാക്കുകൾ ഓതുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ അള്ളാഹു ഇടപെടുന്നുണ്ടെന്ന വാദം സത്യമാണെന്ന് ശരിവെക്കും. അതാണ് അതിൻ്റെ ഒരു കാര്യം. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, മനുഷ്യബുദ്ധിക്ക് അതീതമായ ദിവ്യരഹസ്യങ്ങളിലേക്ക് മനുഷ്യന് വാതിൽ തുറന്നിട്ട് കൊടുക്കുന്ന സൂചന കൂടിയാണ് ഈ കോഡുകൾ. അലിഫ് ലാം മീം, അതൊരു കോഡുകളാണ്. ഈ കോഡുകൾ ഒരു വലിയ അത്ഭുതം ഉണ്ടാക്കും. സംഗതി പാസ്വേഡുകളൊക്കെ ഉണ്ടാവാറുണ്ട് കമ്പ്യൂട്ടറിനില്ലേ, അത് നമ്മളെ ഒന്ന് അത്ഭുതപ്പെടുത്തുന്ന പാസ്വേഡുകൾ. ആ പാസ്വേഡുകൾ അടിച്ചു കൊടുക്കുമ്പം നമുക്ക് വലിയ രഹസ്യങ്ങളിലേക്ക് അങ്ങ് കയറി ചെല്ലാൻ പറ്റും എന്നതുപോലെ ഇമാം ബൈലാവി റളിയല്ലാഹു അൻഹു അത് പറഞ്ഞിട്ടുണ്ട്. ഇത് പാസ്വേഡുകളാണ്, പാസ് കോഡുകളാണ്. ഇതിലൂടെ അങ്ങ് വിശുദ്ധ ഖുർആന്റെ ആഴങ്ങളിലേക്ക് അങ്ങ് പ്രവേശിക്കുകയാണ്. അപ്പോ അലിഫ് ലാം മീം എന്തോ ഒരു വലിയ രഹസ്യങ്ങളുടെ വാതിൽ തുറക്കാൻ പോകുന്നു എന്ന പ്രതീതി ഉണ്ടാക്കുന്നു. അത് സാക്ഷാത്കരിക്കപ്പെടുന്നു. പിന്നെ എല്ലാറ്റിലും ഉപരി ഒരുപാടുണ്ട്. ആ ചർച്ച ചെയ്താൽ ഇന്നത്തെ ക്ലാസ് ഫുള്ള് അത് പറയേണ്ടി വരും. ഞാനതിലേക്ക് വരുന്നില്ല. നമുക്കിപ്പോൾ ഓതി വെച്ചത് മൊത്തത്തിലൊന്നങ്ങ് പറയാമെന്നാണ് എൻ്റെ മനസ്സിലുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യം, അല്ലാഹു തആല എനിക്കും നിങ്ങൾക്കൊക്കെ ഈ വിശുദ്ധ ഖുർആൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ഇത് മനസ്സിലാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. എനിക്ക് തോന്നുന്നത് ഇതിൽ ഏറ്റവും വലിയൊരു സംഭവം, ഒരു മഹാൻ അഭിപ്രായപ്പെടുന്നത് വിശുദ്ധ ഖുർആനിലെ ചില ഭാഗങ്ങൾ കൃത്യമായ അർത്ഥം പറയാൻ കഴിയാതെ ഇങ്ങനെ വെച്ചത്, അർത്ഥമറിയാതെ ഖുർആൻ ഓതിയാലും കൂലി കിട്ടുന്ന പാവപ്പെട്ടവർക്ക് ഒരു ആശ്വാസം നൽകാനാണ്. വല്ലാത്തൊരാശയാണ്.
ഇരുമ്പുഴിയിലുണ്ടായിരുന്നു ഇരുമ്പുഴി മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഉസ്താദ്. 50 കൊല്ലം അവിടെ ദർസ് നടത്തി വഫാത്തായിപ്പോയി. അവിടെ ഒരു ചങ്ങാതി, ഞാൻ അയാളുടെ പേര് മനഃപൂർവ്വം പറയാതിരിക്കുക, ഇരുമ്പുഴി എന്ന് പറയുമ്പോൾ പിന്നെ ചിലർക്കൊക്കെ പരിചയമുള്ളവർക്ക് ഓർമ്മയിൽ വരും പേര്. വ്യക്തികളെ പരാമർശിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. അദ്ദേഹം ഇടയ്ക്കിടെ ലഘുലേഖകളും നോട്ടീസുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങും ജനങ്ങളിടയ്ക്ക്. ഖുർആൻ പഠിക്കണം, സംഘടനകളെ ഫുർഖാനാക്കരുത്, ഖുർആനാണ് ഫുർഖാൻ, ഇത് സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ ഇറങ്ങും. എന്നിട്ട് അയാൾ എഴുതിയ ഖുർആൻ പരിഭാഷകൾ ജനങ്ങളെ വായിപ്പിക്കും. അതുവഴി ജനങ്ങളെ പിഴപ്പിക്കാൻ വേണ്ടിയിട്ട്. സുന്നത്തി ജമാഅത്തിന്റെ വക്താവല്ല. ശരിയല്ലാത്ത കുറേ ആശയങ്ങൾ തട്ടിക്കൂട്ടി എഴുതി വിടും. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം ആദ്യം പഠിപ്പിക്കുന്നത് എന്താ നിങ്ങൾ, അർത്ഥമറിയാതെ ഖുർആൻ ഓതിയാൽ കൂലി കിട്ടൂല എന്നാണ്. അപ്പോഴേ ജനങ്ങളിത് വായിക്കുള്ളൂല്ലോ, പാവപ്പെട്ട ആളുകൾ ഇത് വായിക്കുള്ളൂ. അർത്ഥമറിഞ്ഞ് ഖുർആൻ ഓതിയാൽ അതിന് വലിയ പവറുണ്ട്, യാതൊരു സംശയവുമില്ല. തദബ്ബുറുൽ മഅനയോട് കൂടെ ഖുർആൻ ഓതുന്നതിനെ പണ്ഡിതന്മാരൊക്കെ പ്രകീർത്തിച്ചിട്ടുണ്ട്. പക്ഷെ അത് ശരിയായ അർത്ഥമായിരിക്കണം. ആ ഖുർആന്റെ ആശയങ്ങളാണ്, അർത്ഥങ്ങളാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ 25 കൊല്ലായിട്ട് ഈ പള്ളിക്കകത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അള്ളാഹു കബൂലാക്കട്ടെ. പക്ഷേ വിശുദ്ധ ഖുർആന്റെ പരിഭാഷ എനിക്ക് തോന്നിയതുപോലെ, വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനം എനിക്ക് തോന്നിയതുപോലെ പറയാൻ നിന്നാൽ വലിയ അപകടം. അത് വലിയ അപകടം ചെയ്യും. എനിക്ക് തോന്നിയതുപോലെ ഖുർആനെ വ്യാഖ്യാനിക്കാൻ നിന്നാൽ അത് ഓരോരുത്തർക്കും അവനവൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് പലതും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതിൻ്റെ പേരിൽ പറയാൻ സാധിക്കും. അപ്പം അങ്ങനെ ഒരവസ്ഥ ഒരിക്കലും വരാൻ പാടില്ല. അപ്പോൾ ഖുർആന്റെ അർത്ഥങ്ങൾ പഠിക്കേണ്ടത് ആധികാരിക മുഫസ്സിറുകളുടെ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ വിശദീകരണം അനുസരിച്ചാണ്. അതിൽ നിന്ന് പഠിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. മഹാന്മാർ പറഞ്ഞതേ പറയാവൂ. മൻ ഫസ്സറൽ ഖുർആന ബിറഈഹി ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ സദഖ റസൂലുള്ളാഹ്. സ്വന്തം അഭിപ്രായ പ്രകാരം ഖുർആനെ വ്യാഖ്യാനിച്ചാൽ അയാൾ നരകത്തിലൊരു സീറ്റ് പ്രതീക്ഷിച്ചു കൊള്ളട്ടെ എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പറ്റൂല. അതുകൊണ്ടാണ് ആധികാരിക മുഫസ്സിറുകളുടെ പിൻബലത്തിൽ നമ്മൾ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇയാൾ ഇതിങ്ങനെ പ്രചരിപ്പിച്ചപ്പോൾ ഉസ്താദ്, ഈ ഇരുമ്പുഴി ഉസ്താദ് ഒരിക്കൽ പറഞ്ഞു, വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് ജുമാക്ക് ശേഷം പ്രസംഗിച്ചപ്പോൾ, പ്രായമുള്ള ഉസ്താദാണ്, അവർ പറഞ്ഞു, ആരോ ഇവിടെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന് കേട്ടു, അർത്ഥറിയാതെ ഖുർആൻ ഓതിയാ കൂലി കിട്ടൂലാന്ന്. പാവം മോമിനീങ്ങൾ, ഖുർആൻ്റെ അർത്ഥം പഠിച്ചിട്ടില്ലാത്ത മോമിനീങ്ങൾക്ക്, ഇവർക്ക് ഇതിൻ്റെ അർത്ഥമൊക്കെ പഠിച്ചിട്ട് ഖുർആൻ ഓതി കൂലി വാങ്ങാൻ ഒരുങ്ങിയാൽ അത് നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ പാവപ്പെട്ടവർക്ക് ഖുർആൻ ഓതിയാ കൂലി കിട്ടൂല എന്ന് പറയുന്നവരുണ്ട്. പൊട്ടപ്പോയത്താണ് ആ പറഞ്ഞിരിക്കുന്നത് എന്ന് ഉസ്താദ് പറഞ്ഞു. ഒരിക്കലും അത് ശരിയല്ല. അങ്ങനെ ഒരു ധൈര്യം ഈ പറഞ്ഞ ആൾക്കുണ്ടെങ്കിൽ, അദ്ദേഹം വിശുദ്ധ ഖുർആനിലെ എല്ലാ ആയത്തിന്റെ അർത്ഥം എന്ന് വെച്ചെന്നാട്ടെ. അലിഫ് ലാം മീം, ഇതിന്റെ അർത്ഥം എന്താണ് പറയാൻ കഴിയൂല. അള്ളാന്റെ ദുന്യാവിൽ ഒരാൾക്കും പറയാൻ കഴിയൂല. അലിഫ് ലാം മീം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇന്നതാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ ഒരാൾക്കും കഴിയില്ല. അപ്പൊ അങ്ങോട്ട് വല്ലാതെ അങ്ങോട്ട് കിടന്ന് വഷളായി പോകും. ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല, ഒരാൾക്കും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഏറ്റവും കരണീയമായ മാർഗം അല്ലാഹു അഅലം ബി മുറാദിഹി ബിദാലിക് എന്ന് പറയല. ഇനി രണ്ടാമത്തേത്, പണ്ഡിതന്മാർ പറഞ്ഞു അതൊരു അക്ഷരം മാത്രമാണ്, അല്ലെ, അലിഫ്, അതിനൊരു അക്ഷരം പറയാൻ കഴിയില്ലേ. അതേസമയം ഒരു പദമാണെങ്കിൽ അതിനൊരർത്ഥം പറയാൻ പറ്റും. ഒരക്ഷരത്തിനൊരർത്ഥം പറയാൻ കഴിയില്ല, ഒരു പദത്തിനൊരർത്ഥം പറയാൻ കഴിയും. ഇപ്പൊ നമ്മൾ പറഞ്ഞു ബഖറ, പശു, അല്ലെ, അതൊരർത്ഥാണ്. ഹുദ, സന്മാർഗം, ഒരർത്ഥാണ്. മുത്തഖി, ഭക്തൻ,
ഒരർത്ഥാണ്. അങ്ങനെ പദങ്ങളാകുമ്പോൾ അതിനർത്ഥം കിട്ടും. അതേസമയം ഈ ബഖറ എന്ന് മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ ബ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താന്ന് പറയാൻ കഴിയുമോ? ഇയാളെ മനസ്സിലുള്ളത് ബഖറ എന്നാണ്, പക്ഷെ ബ എന്നാ പറഞ്ഞത്. അത് പറഞ്ഞ ആൾക്ക് തന്നെ അറിയുള്ളൂ. മുത്തഖി എന്ന് പറയാൻ ഉദ്ദേശിച്ച ആള് മു എന്ന് പറഞ്ഞിട്ട് അയാൾ അതുകൊണ്ട് മുത്തഖി എന്ന് ഉദ്ദേശിച്ചിട്ട് കേൾക്കുന്നവന് അതിൻ്റെ അർത്ഥം കൃത്യമായിട്ട് മുത്തഖി എന്നാണ് എന്ന് പറയാൻ കഴിയോ? കഴിയില്ല. അതാണ് സംഭവം. ഞാനിത് പലപ്പോഴും പറയാറുണ്ട്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വളരെ ലളിതമായിട്ട് പറയാറുണ്ട്. ഒരാൾ കടയിൽ പോകുമ്പം ഭാര്യ പറഞ്ഞു, പച്ചക്കറി കടയിൽ പോവുകയാണെങ്കിൽ കുറച്ച് പച്ചക്കറികൾ കിട്ടണം. എന്താ വേണ്ടത്? തക്കാളി കിട്ടണം, പച്ചമുളക് കിട്ടണം, വെണ്ട കിട്ടണം, ഇങ്ങനെ ഓരോന്നും, പയറ് കിട്ടണം ഒക്കെ പറഞ്ഞു. അപ്പം ഇങ്ങനെ പറയുമ്പോൾ ഇയാൾ തക്കാളി എന്ന് പറഞ്ഞപ്പോൾ 1 kg അതവിടെ എഴുതി. വെണ്ട എന്ന് പറഞ്ഞപ്പോൾ അത്ര എഴുതി. അതിൻ്റെ തൂക്കമിട്ടു. പച്ചമുളക് എന്ന് പറഞ്ഞപ്പോൾ എന്ന് എഴുതി. അങ്ങനെ എഴുതിയിട്ട് ഈ ലിസ്റ്റ് കൊണ്ടുപോയിട്ട്, ഇതിപ്പോൾ ഇയാൾക്കറിയും, എഴുതി ആൾക്കറിയും ഞാൻ എന്തിൻ്റെ ഷോർട്ട് ഫോം ആയിട്ടാണ് ഇതൊക്കെ ഉപയോഗിച്ചതെന്ന്. ഫുൾ ഫോം ഇല്ലാത്തത് കൊണ്ട് ഷോർട്ട് ഫോമുകളാണ്. അപ്പോൾ ഈ കേവലാക്ഷരങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് എഴുതിയ ആൾക്കറിയും. എന്നതുപോലെ ഈ അലിഫ് ലാം മീം എന്ന് ഉപയോഗിച്ചത് ആരാ? അള്ളാഹു. അവനറിയും. അതാണ് അല്ലാഹു അഅലം ബിമുറാദിഹി ബിദാലിക്. ഇത് കൊണ്ടുപോയി പച്ചക്കറിക്കടക്കാരൻ്റെ കയ്യിൽ കൊടുത്താൽ അദ്ദേഹത്തെ ഇങ്ങനെ നോക്കിയിട്ട് 1 എന്ന് കാണുമ്പോൾ തക്കാളി 1 കിലോ എന്നായിരിക്കും, അയാൾക്ക് നിഗമനത്തിലെത്താനേ പറ്റുള്ളൂ. അത് അയാൾ എടുത്തു, അത് ശരിയായി. അതേസമയം എന്ന് കണ്ടപ്പോൾ അയാൾ പയറാണോ പച്ചമുളകാണോ അല്ലേ പട്ടാണിയാണോ അല്ലേ ഒക്കെ പ്രശ്നങ്ങൾ വരും, സാധ്യതകൾ ഉണ്ടാകുമ്പോൾ. അപ്പം എന്താണ്? തെറ്റല്ലാത്ത സാധ്യതകൾ പറയാം. ഇതാണ് രണ്ടാമത്തെ ഒരു രൂപം. അത് സാധ്യതകളാണ്, ഇജ്തിഹാദാണ്. അത് പിഴക്കാം, ശരിയാവാം. ശരിയാവുകയും ചെയ്യാം, പിഴക്കുകയും ചെയ്യാം. പക്ഷെ തെറ്റല്ലാത്ത രൂപത്തിലുള്ള സാധ്യതകളായിരിക്കണം പറയുമ്പോഴും പറയേണ്ടത്. അത്തരം ആളുകൾ അലിഫ് ലാം മീം എന്നതിന് കൊടുത്തൊരർത്ഥമുണ്ട്. അലിഫ് അല്ലാഹ്, അല്ലാഹ് എന്നുള്ളതിന്റെ ചുരുക്കാണ് അലിഫ്. ലാം ജിബ്രീലിന്റെ ഷോർട്ട് ഫോമാണ്. മീം മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അല്ലാഹ്, ജിബ്രീൽ, മുഹമ്മദ്, ഇതാണ് അലിഫ് ലാം മീം എന്ന് പറഞ്ഞവരുണ്ട്. അപ്പൊ അവരെന്തൊരർത്ഥം അതിന് കൊടുക്കുക? അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കിക്കൊടുത്ത ഗ്രന്ഥമാകുന്നു ഈ പരിശുദ്ധ ഗ്രന്ഥം. ഇതന്നെ ഇതിന്റെ അർത്ഥം എന്ന് പറയാൻ പറ്റുമോ? അത് പറ്റൂല. എന്നാൽ സാധ്യത പറഞ്ഞതാണ്, സാധ്യത പറഞ്ഞതാണ്, നിഗമനം പറഞ്ഞതാണ്. ആ നിഗമനം തെറ്റുമല്ല. ഏത് നിഗമനം? ആ നിഗമനം പറഞ്ഞ വിഷയം തെറ്റല്ല. അള്ളാഹു ജിബ്രീൽ മുഖേന മുഹമ്മദ് നബിക്ക് ഇറക്കി കൊടുത്തതാണ് ഈ ഗ്രന്ഥം. അപ്പൊ അത് തെറ്റല്ല. പക്ഷെ ഇപ്പറഞ്ഞതിന്റെ അർത്ഥം അത് തന്നെയെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഏറ്റവും കരണീയമായ മാർഗം അലിഫ് ലാം മീം അല്ലാഹു അഅലം ബിമുറാദിഹി ബിദാലിക്. യാസീൻ അല്ലാഹു അഅലം ബിമുറാദിഹി ബിദാലിക്. നൂൻ അല്ലാഹു അഅലം ബിമുറാദിഹി ബിദാലിക്. ഇങ്ങനെ പറയലാണ് ഏറ്റവും നല്ലത്. അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാം. അലിഫ് ലാം മീം അല്ലാഹു അഅലം ബിമുറാദിഹി ബിദാലിക്. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഞാൻ ആദ്യം നമ്മൾ ആ 5 ആയത്തുകൾക്കൊന്നും അർത്ഥം പറയാം, വിശദീകരണം പിന്നെ പറയാം. ദാലിക്കൽ കിതാബ്, ഇവിടെയൊക്കെ പല വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും ഉണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് രൂപങ്ങൾ പറയല്ല, ഏറ്റവും ഭംഗിയുള്ള ഒരു രൂപത്തിലൂടെ അങ്ങനെ കടന്നു പോവുകയാണ്. ദാലിക്കൽ കിതാബ്, അതാണ് യഥാർത്ഥ ഗ്രന്ഥം. ദാലിക്കൽ കിതാബ്, അതാണ് അൽ കിതാബ്,
അതാണ് കിതാബ്, അതാണ് പുസ്തകം, അതാണ് യഥാർത്ഥ ബുക്ക്. ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ലാ റൈബ ഫീഹി, ഈ കിതാബിൽ എവിടെയും ഒരു സംശയത്തിന്റെ ലാഞ്ചന പോലുമില്ല. ലാ റൈബ, സംശയമില്ലേ ഇല്ല, ഫീഹി, ഈ ഗ്രന്ഥത്തിൽ. ഇത് സംശയരഹിതമായ പുസ്തകമാണ്. ഹുദൽ ലിൽ മുത്തഖീൻ, ഭക്തന്മാർക്ക് മാർഗദർശനമാണ് ഈ ഗ്രന്ഥം. വിശദീകരണം പറയട്ടെ, ഭക്തന്മാർക്ക് മാർഗദർശനമാണ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, ആരാണ് ഈ ഭക്തന്മാര്? അദൃശ്യകാര്യങ്ങളിൽ വിശ്വസിക്കാൻ കഴിയുന്ന ഭക്തന്മാർക്ക് മാർഗദർശനമാണ് വിശുദ്ധ ഖുർആൻ. അദൃശ്യകാര്യങ്ങളിൽ വിശ്വസിക്കാൻ പറ്റുന്നവർക്ക്. വയുഖീമൂന സ്വലാ, നിസ്കാരം മുറ പോലെ നിർവഹിക്കുന്നവരാണവർ. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നമ്മൾ അവർക്ക് നൽകിയതിൽ നിന്ന് ഒരൽപ്പം ചിലവിടുന്നവരുമാണ്, ചിലവഴിക്കുന്നവരുമാകുന്നു അവർ. വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക്, നബിയെ തങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതും തങ്ങളുടെ മുമ്പ് അവതരിപ്പിക്കപ്പെട്ടതുമായ വേദഗ്രന്ഥങ്ങളിലൊക്കെയും അവർ വിശ്വസിക്കും. അതാണ് മുത്തഖീങ്ങളുടെ സ്വഭാവം. വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക് വബിൽആഖിറതി ഹും യൂഖിനൂൻ, പരലോകത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് അവർക്ക് ഉറപ്പുള്ളത്. വബിൽആഖിറതി ഹും യൂഖിനൂൻ, പരലോകത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് അവർക്ക് ഉറപ്പുള്ളത്. ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം, ഈ ഗുണങ്ങളടങ്ങിയ മനുഷ്യരുണ്ടല്ലോ, ഇപ്പോൾ പറഞ്ഞ ഈ സ്വഭാവ ഗുണങ്ങൾ ഏതു വ്യക്തികളിലാണോ സ്വാംശീകരിക്കപ്പെട്ടിട്ടുള്ളത് ആ മനുഷ്യർ ഉലൈക, അക്കൂട്ടർ, അലാ ഹുദം മിർ റബ്ബിഹിം, അവരുടെ രക്ഷിതാവിൽ നിന്നുള്ള മാർഗദർശനത്തിലാണ്. രക്ഷിതാവിൻ്റെ മാർഗദർശനത്തിലാണ്, അള്ളാഹു വെട്ടിത്തെളിയിച്ച വഴിയിലൂടെയാണ് അവരുടെ സഞ്ചാരം, അവരുടെ മുന്നോട്ടുള്ള ഗമനം. ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെയാണ് വിജയികൾ, അവർ മാത്രമാണ് വിജയികൾ, അവർ തന്നെയാണ് വിജയികൾ. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അല്ലാഹു ഈ കൂട്ടത്തിൽ നമ്മളെ പെടുത്തി തരട്ടെ. സൂറത്തുൽ ബഖറയിലെ ആദ്യത്തെ ഈ 5 വചനങ്ങൾ, 5 ആയത്തല്ലേ അവിടെ എത്തോളും. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ എന്നുള്ളിടത്തേക്ക് 5 ആയത്താണ് ഉണ്ടാകുക. ഈ 5 ആയത്തുകൾ, ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ വരെയുള്ള 5 ആയത്തുകൾ, ഇത് സത്യത്തിൽ വിശുദ്ധ ഖുർആന്റെ മൊത്തം സന്ദേശത്തിൻ്റെ ഒരു പൂമുഖവാതിലാണ്. സൂറത്തുൽ ബഖറയിലെ ഈ 5 ആയത്തുകൾ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന മൊത്തം സന്ദേശത്തിൻ്റെ, ടോട്ടൽ മെസ്സേജിൻ്റെ ഒരു പൂമുഖവാതിലാണ് സത്യത്തിൽ ഈ 5 ആയത്തുകൾ. എല്ലാറ്റിലേക്കും വെളിച്ചം വീശുന്നുണ്ട്. മനുഷ്യരെ അടിസ്ഥാനപരമായി 3 വിഭാഗങ്ങളായി സൂറത്തുൽ ബഖറയിൽ വേർതിരിക്കുന്നുണ്ട്. മൂമിനീങ്ങൾ, അതുപോലെ തന്നെ അൽ മുമിനൂൻ, അൽ കാഫിറൂൻ, അൽ മുനാഫിഖൂൻ, അങ്ങനെ 3 വിഭാഗമായിട്ട് വേർതിരിക്കുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ വരുന്നുണ്ട്. അതിൽ സത്യവിശ്വാസികളുടെ സ്വഭാവങ്ങളാണ് ഈ 5 ആയത്തിൽ പറഞ്ഞത്. ഏറ്റവും കൂടുതൽ ദീർഘമായി സംസാരിച്ചത് മുനാഫിക്കുകളെ കുറിച്ചാണ്. അതെന്തുകൊണ്ടെന്നൊക്കെ നമുക്ക് അവിടെ എത്തുമ്പോൾ പറയാം. മുനാഫിക്കുകളെ കുറിച്ചാണ് സൂറത്തുൽ ബഖറയിൽ ദീർഘമായി സംസാരിച്ചത്. എന്തുകൊണ്ടാണ് ഇവരെ പറ്റി ഇത്ര കൂടുതൽ പറയാൻ കാരണം? നമുക്കവിടെ വെച്ചിട്ട് പറയാം. അപ്പോൾ ഈ സംഭവമാണ് അലിഫ് ലാം മീം കഴിഞ്ഞ്
ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹ് എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്നത്. അവിടെ നമ്മൾ പറഞ്ഞു വിശുദ്ധ ഖുർആൻ മനുഷ്യൻ ഇന്ന് ഒരുപാട് അത്ഭുതങ്ങൾ കൈവരിച്ചിട്ടുണ്ട് എന്നതൊരു സത്യമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI കാലഘട്ടമാണ് നമ്മൾ ജീവിക്കുന്ന കാലം. ബഹിരാകാശ ശാസ്ത്രം പോലെയുള്ള വിഷയങ്ങളിലൊക്കെ പലപ്പോഴും മനുഷ്യർ വലിയ മുന്നേറ്റങ്ങൾ കൈവരിച്ചിട്ടുണ്ടെങ്കിലും എന്താണ് ആത്മാവ്, മരണാനന്തര ജീവിതം ഉണ്ടോ എന്നീ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിൽ മനുഷ്യബുദ്ധിക്ക് പരിമിതിയുണ്ട്. കടന്നു ചെല്ലാൻ പറ്റുന്നതിനൊരു പരിമിതിയുണ്ട്. അവിടെയാണ് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ മനുഷ്യനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. അലിഫ് ലാം മീം. നിനക്കെല്ലാം അറിയുമെന്ന വാദം അതാദ്യമാണ് പൂട്ടി വെച്ചാളാം. ഇതാണ് ആദ്യം ഖുർആൻ പറയുന്നത്. അല്ലാഹു അലം ബി മുറാദിഹി ബിദാലിക് എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് എന്തിനാണ്? നിനക്കെല്ലാം അറിയാമെന്നൊരു വാദം നിനക്കുണ്ടെങ്കിൽ അതങ്ങ് പോക്കറ്റിൽ ഇട്ടാളാ, നടക്കൂല. അത് അറിവിന്റെ അന്തിമ ഉറവിടം പടച്ച റബ്ബാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ്. ഇവിടെയാണ് ഒരു വിശ്വാസിയുടെ ആദ്യത്തെ വിനയം രൂപപ്പെടുന്നത്. മൂമിനായ ഒരു മനുഷ്യന്റെ ആദ്യത്തെ വിനയം ഇവിടെയാണ് രൂപപ്പെടുന്നത്. നിനക്കെല്ലാം അറിയുമെന്ന വാദം പൊള്ളയാണ്. ഇത് പഠിപ്പിക്കാനാണ് അലിഫ് ലാം മീം പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത്. അത് വളരെ മനോഹരമായൊരു അവതരണമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതാണ് ഇബ്നു കസീറൊക്കെ പറഞ്ഞത് ഖുർആന്റെ അത്ഭുതങ്ങളിലേക്ക് സൂചന നൽകുന്നതാണ് ഇത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. നിനക്കെല്ലാം അറിയുമെന്ന വാദം അത് തൽക്കാലം ചുരുട്ടി മടക്കി പോക്കറ്റിലിട്ടേക്ക്, നടക്കൂല. ആദ്യമായിട്ട് വിശുദ്ധ ഖുർആനിൽ നിന്ന് ഇറങ്ങിയത് സൂറത്തുൽ ബഖറയല്ല. നമുക്കൊക്കെ അറിയാം, സൂറത്തുൽ അലഖിലെ ആദ്യത്തെ 5 ആയത്തുകൾ നമ്മൾ ചർച്ച ചെയ്തതാണല്ലോ. അതിലെന്താ അള്ളാഹു ആദ്യം പറഞ്ഞത്? ഇഖ്റ ബിസ്മി റബ്ബിക്. ഇഖ്റ ബിസ്മി റബ്ബിക്. നീ വായിക്കേണ്ടത് റബ്ബിന്റെ അഡ്രസ്സിലാണ് വായിക്കേണ്ടത് എന്നാണ്, അല്ലേ? റബ്ബിന്റെ പേരിൽ വായിക്കണം എന്നാണല്ലോ പറഞ്ഞത്. നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അഡ്രസ്സിൽ വായിച്ചോളണം. അള്ളാഹുവിന്റെ അഡ്രസ്സിലാണ് നീ വായിക്കുന്നതെങ്കിൽ നിനക്ക് തെറ്റുപറ്റൂല. അല്ല പറഞ്ഞതാ നീ പറയുന്നതെങ്കിൽ തെറ്റുപറ്റൂല. ഒന്നും അറിയാത്ത നീ ഒരു കാരണവശാലും എല്ലാം അറിയുന്നവനായി ചമയരുത്. യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കും ഒക്കെ ഉള്ള വലിയ താക്കീതാണ് സൂറത്തുൽ ബഖറയുടെ തുടക്കം. പടച്ചോൻ പറയുന്നത് അങ്ങ് കേട്ടോ. അത് കേട്ടെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്റമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. സൃഷ്ടികർമ്മം നടത്തിയവൻ അവനാണ്. ആകാശവും ഭൂമിയും പ്രപഞ്ചവും ഒക്കെ പടച്ചത് അവനാണ്. അവൻ പറഞ്ഞതല്ലാതെ ആര് പറഞ്ഞതാ കേൾക്കുക? അള്ളാന്റെ പേരിൽ വായിക്കൂ. എത്ര നല്ലൊരു സന്ദേശമാണ് അള്ളാഹു ആദ്യം തന്നത്. ബാക്കിയുള്ളതൊക്കെ തെറ്റാണ്, ഇത് തെറ്റൂല. അതാണ് ഇതിന്റെ അർത്ഥം. പടച്ചോന്റെ പേരിൽ വായിക്കുന്നവൻ ഒരിക്കലും അവന്റെ അറിവിൽ അവൻ തെറ്റിപ്പോവുകയില്ല. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. അതിനാണ് ദാലിക്കൽ കിതാബ്, അതാണ് യഥാർത്ഥ പുസ്തകം. ദാലിക്കൽ കിതാബു, ആ കിതാബ് ലാ റൈബ ഫീഹി, അതിലൊരു സംശയവും ഇല്ല. അങ്ങനെ ഒരു അർത്ഥമുണ്ട്. കോമൺ ആയിട്ട് അങ്ങനെയാണ് അർത്ഥം പറയാറുള്ളത്. പക്ഷെ അതിൻ്റെ ഒക്കെ അപ്പുറത്ത് ബഹുമാനപ്പെട്ട അബൂ സഈദ് റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ പറഞ്ഞ ഒരു മനോഹരമായ ഒരു അർത്ഥമാണ് ഞാൻ പറയുന്നത്. ദാലിക്കൽ കിതാബ്, അതാണ് അൽ കിതാബ് എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരുപാട് ഗ്രന്ഥങ്ങൾ കാണുന്നു, പലരും എഴുതി പിടിപ്പിച്ചത്. അതിൽ തെറ്റുണ്ട്, ശരിയുണ്ട്, അല്ലേ? നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ലേ? സംശയമുള്ളതും സംശയമില്ലാത്തതും ഒക്കെ ഉണ്ട്, തെറ്റും ശരിയൊക്കെ ഉണ്ട്. ഓരോ പടപ്പുകളുടെ നിഗമനങ്ങളാണ്. അപ്പൊ അവിടെയാണ് പറയുന്നത് ദാലിക്കൽ കിതാബ്, അതാണ് യഥാർത്ഥ ഗ്രന്ഥം.
ലാ റൈബ ഫീഹി, അതിലൊട്ടും സംശയമില്ല. സംശയരഹിതമായ കിതാബാണ്, ഗ്രന്ഥമാണിത്. എന്തുകൊണ്ട്? ചരിത്രപരമായിട്ട് ഈ ഗ്രന്ഥം ഇന്നും സംരക്ഷിക്കപ്പെട്ടു പോരുന്നു. മറ്റുള്ള കിതാബുകളിലൊക്കെ കൈകടത്തലുകൾ വന്നു. വിശുദ്ധ ഖുർആൻ 1400 വർഷം പിന്നിട്ടിട്ടും ഒരു വള്ളി പുള്ളിക്ക് വ്യത്യാസം എവിടെയും ഇല്ല. ലാ റൈബ ഫീഹി. അതുകൊണ്ട് തന്നെ ഇതിനെ സംശയത്തോടെ നോക്കേണ്ട ഒരു കാര്യം വരുന്നില്ല. ശാസ്ത്രം, മനുഷ്യന്റെ അഖ്ലാഖ്, സ്വഭാവം, സമൂഹം, ആത്മീയത എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. പിന്നെ ഈ വിശുദ്ധ ഖുർആൻ എന്താ പോരായ്മ പറയാനുള്ളത്? സമയമായ പ്രവചനങ്ങളെല്ലാം യാഥാർത്ഥ്യമായി. വിശുദ്ധ ഖുർആൻ പറഞ്ഞ പ്രവചനങ്ങളുടെ സമയമായ പ്രവചനങ്ങളൊക്കെ യാഥാർത്ഥ്യമായി. എല്ലാം ഏതെല്ലാം സംഭവങ്ങളിലെ അബൂജഹൽ കൊല്ലപ്പെടും എന്ന് പ്രവചിച്ചു, അതങ്ങനെ പുലർന്നു. ഇഖ്റാ ബിസ്മിൽ നമ്മൾ പഠിച്ചതാണ്. കല്ലാ ലഇല്ലം യംതഹി ലനസ്ഫഅൻ ബിന്നാസിയ നാസിയത്തിൻ കാദിബത്തിൻ ഖാതിഅ ഫല്യദ്ഉ നാദിയ സനദ്ഉ സബാനിയ കല്ലാ ലാ തുതിഉഹു വസ്ജുദ് വഖ്തരിബ്. തല്ലിക്കൊന്ന പട്ടിയെ വലിക്കും പോലെ കെട്ടി വലിച്ചു എന്ന് പറയുന്ന ആ ഭാഗമൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പൊ ഖുർആൻ പറഞ്ഞത് അതുപോലെ തന്നെ ഗുലിബത്തി റൂം, റോമിന്റെ പരാജയം പ്രഖ്യാപിച്ച് തൽക്കാലം റോം പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും, ഇപ്പോൾ റോം പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇനി റോം വിജയിക്കും ഏതാനും വർഷങ്ങൾക്കുള്ളിൽ എന്ന് പറഞ്ഞു. ഇപ്പൊ ഏതുപോലെയാണിത്? ഇസ്രായേലിനോട് നമ്മുടെ പലസ്തീൻ ജയിക്കും എന്ന് പറയും പോലെയാണ്. ഇസ്രായേലിനോട് ഇറാൻ ജയിക്കും എന്ന് പറഞ്ഞ ഉദാഹരണം തൽക്കാലം മാറ്റാം. കാരണം അതിപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണ്. തുടങ്ങി കുടുങ്ങിയിരിക്കുന്നു എന്നുള്ളിടത്താണ് ഇസ്രായേലും അമേരിക്കയൊക്കെ ഉള്ളത്. നേരെ മറിച്ച് നമ്മളിങ്ങനെ പറയാണ്, പലസ്തീനികൾ ഇസ്രായേലിനെ ജയിച്ച് ഉറപ്പാണല്ലോ, അത് അങ്ങനെ ഉണ്ടാവുന്ന ഉറപ്പാണല്ലോ. പക്ഷേ അത് പറഞ്ഞാൽ ആർക്കെങ്കിലും വിശ്വാസമാവുമോ? ഇല്ല. എന്നതുപോലെയാണ് ആകെ തകർന്നടിഞ്ഞ് കിടക്കുന്ന റോമക്കാർ പിന്നെ എഴുന്നേറ്റ് വരിക എന്നുള്ളത് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു സമയം. ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങളോട് ശത്രുക്കൾ വന്നിട്ട് പറഞ്ഞു, നിന്റെ നേതാവ് മുഹമ്മദ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്, ഇന്നഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ, ഇവർ തോറ്റിട്ടുണ്ടെങ്കിലും ശേഷം ഇവർ വിജയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫീ ബിളഇ സിനീൻ, ഏതാനും വർഷങ്ങൾക്കുള്ളിൽ. ഇത് നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, അതിപ്പോ ഇന്ന് പലസ്തീന് ഇവരെ അതിജയിക്കുന്നു പറയുന്നത് പോലെയാണ് അതിൻ്റെ ഉദാഹരണം. അത്രയും തകർന്നു കിടക്കാൻ, ഷാമുമായിട്ട് തോറ്റ് കിടക്കുകയാണ് ആര്? റോം, സിറിയയായിട്ടുള്ള സമരത്തിൽ. എന്ത് ചെയ്യാണ്? സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, എൻ്റെ ഹബീബ് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കുന്നതാണ്. ഖുർആൻ ഓതി എൻ്റെ ഹബീബ് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ള പറഞ്ഞതല്ലേ, എനിക്കതിൽ സംശയമല്ല, നടക്കും. എന്നാ നീ പന്തയത്തിന് തയ്യാറാണോ എന്ന് ചോദിച്ചു സിദ്ദീഖ് തങ്ങളോട്. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, റെഡി, നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞമ്മക്കതിനൊരു പന്തയത്തിന് തയ്യാറാണെന്ന്. ആ പന്തയം വാങ്ങുന്നില്ല, പക്ഷെ തൽക്കാലം ഇവരുടെ ഉറപ്പ് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. അപ്പം ആ സമയത്ത് ഇവർ പറഞ്ഞു, അങ്ങനെ അത്ര ഒരു ധൈര്യം നീ പ്രകടിപ്പിക്കുകയാണെങ്കിൽ വർഷം പറയണമെന്നാണ്, ഇത്ര വർഷം കൊണ്ടെന്ന് പറയണമെന്നാണ്. ഫീ ബിളൈസിനി എന്ന് പറഞ്ഞ് തടിയപ്പാൻ പറ്റൂല, ഏതാനും വർഷങ്ങൾക്കുള്ളിൽ സമയം പറയണമെന്നാണ്. അപ്പോൾ പറഞ്ഞു, ഖുർആൻ ഫീ ബിളൈസിനി എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, അപ്പോൾ എനിക്കത് കറക്റ്റ് പറയാൻ കഴിയൂല, ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നിന്നേ പറയാൻ കഴിയുള്ളൂ. ഇനി പറയണമെങ്കിൽ എനിക്ക് എൻ്റെ ഹബീബിനെ കാണണം, മുത്തുനബിയോട് ചോദിച്ചിട്ട് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അവർ പറഞ്ഞു, ചോദിച്ചോ. നബി തങ്ങളെ അടുത്ത് വന്നു. ഇതൊരു വെല്ലുവിളിയാണല്ലോ, പ്രതിരോധത്തിലാക്കുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഫീ സബഇ സിനീൻ എന്ന് പറഞ്ഞേക്കുകയാണ്. ഫീ ബിളഇ സിനീൻ എന്നുള്ള ഖുർആന്റെ വാചകം ഫീ സബഇ സിനീൻ എന്ന് വിശദീകരിച്ചേക്കെന്ന് പറഞ്ഞു. 7 വർഷം കൊണ്ട് തകരും. 7ാമത്തെ വർഷം റോം ജയിച്ചു, ഷാം തകർന്നു. ഇതാണ് ഖുർആന്റെ പ്രവചനം. ഇതാണ് ഖുർആന്റെ പ്രവചനം. ഇവിടെയാണ് നമ്മൾ അത്ഭുതപ്പെടേണ്ടത്. ലാ റൈബ ഫീ, ഖുർആൻ പറഞ്ഞ ഒരൊറ്റ കാര്യത്തിലും സംശയിക്കേണ്ടതില്ല, ഒന്നിലും സംശയത്തിന് വകുപ്പില്ല എന്നുള്ളതാണ്. ഇങ്ങനെ 100 കണക്കിന് വിഷയങ്ങൾ പറയാൻ പറ്റുമേ. ഞാനൊരു ചെറിയ ഉദാഹരണം മാത്രം പറഞ്ഞതാണ്. ഖുർആൻ പറഞ്ഞ ഒരൊറ്റ കാര്യത്തിലും സംശയിക്കേണ്ടി വന്നിട്ടില്ല.
ഇപ്പോൾ പഴയ കാലത്തെ ശാസ്ത്രം ആറ്റത്തെ വിഭജിക്കാൻ പറ്റൂല എന്നായിരുന്നു. ആറ്റം അവസാനത്തെ കണികയാണ്, പിന്നെ അതിനെ ഭാഗിക്കാൻ പറ്റൂല എന്നാണ്. അവസാനത്തെ കണിക, അതിനെ ഭാഗിക്കാൻ പറ്റൂല, ആറ്റം. എന്നാൽ പരമാണു വിഭജിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്ന ശാസ്ത്രം, അവിടെ വിശുദ്ധ ഖുർആനിൽ ചില ആയത്തുകൾ കാണാം. അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് ആകാശ ഭൂമിയിലുള്ള ഒരു വസ്തുവും മറഞ്ഞു നിൽക്കുകയില്ല. ലാ യഅ്സുബു അൻഹു മിസ്ഖാലു ദർറ. അള്ളാഹു പറയുന്നുണ്ട്, അതൊരാറ്റത്തിൻ്റെ വെയിറ്റുള്ള ഒരു സാധനം, ആറ്റത്തിൻ്റെ തൂക്കമുള്ള ഒരു സാധനം. ആറ്റം എന്ന് പറഞ്ഞാൽ ഒരു സാധനം ഇങ്ങനെ മുറിച്ച് 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 അവസാനം ഇനി മുറിക്കാൻ പറ്റാത്ത ഒരു ഘട്ടം, അതാണ് ആറ്റം. ആ പരമാണു അതുപോലും ആകാശത്തോ ഭൂമിയിലോ എവിടെ ഉണ്ടെങ്കിലും പടച്ചോനറിയും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, വല സുഗറ മിൻ ദാലിക വല അക്ബർ. അതിനേക്കാൾ വലുതും മറയില്ല, അതിനേക്കാൾ ചെറുതും മറയില്ല. അന്ന് ഖുർആനെ ചോദ്യം ചെയ്തിരുന്നു, ആറ്റത്തെക്കാൾ വലുത് പറഞ്ഞാൽ തിരിഞ്ഞു, പക്ഷെ ആറ്റത്തെക്കാൾ ചെറുതില്ലല്ലോ. ഏറ്റവും അവസാനത്തെ ചെറുതാണ് ഏത്? ആറ്റം. പിന്നെ എങ്ങനെയാണ് ഈ വലാ സുഗറ എന്ന് പറയുന്നത്? ആറ്റത്തെക്കാൾ ചെറുതും പ്രയോഗം എങ്ങനെയാണ്? നമ്മൾ ഓതുന്ന കാലത്ത് ഉസ്താദിനോട് ചോദിച്ചിരുന്നു. ശാസ്ത്രം പറയുന്നത് ആറ്റത്തെ വിഭജിക്കാൻ പറ്റൂല എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഇവിടെ ഖുർആൻ അതിനേക്കാൾ ചെറുതും അള്ളാഹുവിനെ അറിയാമെന്ന് പറയുന്നത്? ചെറുതുണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഉസ്താദ് പറഞ്ഞു, അതൊരു സാങ്കല്പിക ഭാഷയായിരിക്കും എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ചെറുത് ഇല്ല, പക്ഷേ അങ്ങനെ ഒന്ന് ഉണ്ടാവുകയാണെങ്കിൽ അതും അള്ളാഹ്ക്കറിയാം, സങ്കല്പിച്ചുകൊണ്ട് പറയാണത്. അന്നത്തെ കാലത്തെ മറുപടിയാണ്, സൂപ്പർ മറുപടിയാണ്. പക്ഷേ ശാസ്ത്രം മാറി. ഇപ്പൊ പറയുന്നത് പരമാണുവിനെ, ആറ്റത്തെ സൂക്ഷ്മാണുക്കളായി വീണ്ടും മുറിക്കാൻ പറ്റുന്ന ശാസ്ത്രം കണ്ടെത്തിയത്. അവിടെയാണ് ഖുർആൻ പരമാണുവിനെ വിഭജിക്കാൻ കഴിയുമെന്ന് നേരത്തെ തന്നെ സൂചന നൽകി എന്ന് മാത്രമല്ല, ആ പരമാണു സൃഷ്ടിച്ച റബ്ബ് അവന്റെ വാക്ക് തെറ്റൂല. മനുഷ്യന്മാരതിലേക്ക് നോക്കിയിട്ട് തീരുമാനം പറയണം. നേരെ മറിച്ച് അത് ഉണ്ടാക്കിയ പടച്ചോൻ അറിയാം, ഇനിയും അതിനെ വിഭജിക്കാൻ കഴിയും. അപ്പോ ശാസ്ത്രം തെളിഞ്ഞപ്പോൾ ഒരു പ്രശ്നമില്ല. അപ്പൊ ചില കാര്യങ്ങൾ നമുക്ക് പിടുത്തം കിട്ടിക്കൊള്ളണമെന്നില്ല. ശാസ്ത്രം പുരോഗമിക്കുമ്പോഴാണ് അതിന്റെ പിടുത്തം നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ്. നമ്മുടെ അത്ഭുതങ്ങൾ നാം പ്രപഞ്ചത്തിലൂടെ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ, നമ്മുടെ അത്ഭുതങ്ങൾ പലതും നാം മനുഷ്യർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. അത് ശേഷം വരാൻ പോകുന്നുണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ ഖുർആൻ ഈ പറഞ്ഞതൊന്നും തെറ്റിയിട്ടില്ല. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ്. എത്ര ശാസ്ത്രീയ അത്ഭുതങ്ങളാണ് ഇവിടെ കണ്ടത്. ഒക്കെ മനുഷ്യന് പിന്നെ കൊടുക്കുന്നാ പറഞ്ഞത്. അത് ആദ്യം തന്നെ എന്തേ കൊടുക്കാതിരുന്നത്? ഖുർആൻ പറഞ്ഞത് ശേഷം കൊടുക്കുക. അത് ടൈം ആകുമ്പോഴല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ആദ്യം കൊടുത്താൽ ലോകം ഇവിടെ ബാക്കി ഉണ്ടാവില്ല. അന്നെ പുരോഗതികളൊക്കെ ആദ്യം തന്നെ വന്നാൽ പിന്നെ അധോഗതിയായിരിക്കും ഉണ്ടാവുക. പൂർത്തിയായാൽ പിന്നെ പരാജയത്തിലേക്കാ പോവുക, കുറവിലേക്കാ പോവുക. ഇതിന് ഒരാളൊരു സിമ്പിൾ ഉദാഹരണം ചോദിക്കുന്നുണ്ട്. ഒരു പുസ്തകത്തിൽ മുഹമ്മദ് മുത്തവല്ലി ഷാറാവി എഴുതിയൊരു പുസ്തകം വായിച്ചപ്പോൾ അദ്ദേഹം അതിൽ പറയുന്നുണ്ട്, ഖുർആൻ അങ്ങനെ വ്യാഖ്യാനിക്കുന്ന ഒരു പണ്ഡിതനായിരുന്നു അദ്ദേഹം. അശ്അരിയാണ്, ഷാഫിഈ മദ്ഹബുകാരനാണ്, നല്ല ഒരു ആലിമാണ്, മിസ്റിലാണ്, മരണപ്പെട്ടു പോയി കുറേ വർഷങ്ങൾക്ക് മുമ്പ്. എനിക്ക് ഈ വിഷയത്തിലേക്ക്, വിശുദ്ധ ഖുർആൻ പഠനത്തിലേക്ക് കൂടുതൽ ആവേശം നൽകിയ ഒരു പണ്ഡിതനാണ് അദ്ദേഹം. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ ചെറുപ്പം തൊട്ടേ വായിക്കാറുണ്ടായിരുന്നു. ഏകദേശം ഒരു 22 വയസ്സ് മുതൽ അത് വായിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് വല്ലാത്ത അത്ഭുതമാണ്. മഹാന്മാര് വിശദീകരിച്ച ക്ലാസിക്കൽ തഫ്സീറുകളുടെ ആശയങ്ങൾ ആനുകാലിക ഉദാഹരണങ്ങളിലൂടെ അവതരിപ്പിക്കുന്ന ഒരു വലിയ പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹം പറയുന്നുണ്ട്, സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ് എന്നതിങ്ങനെ പറഞ്ഞത് അള്ളാഹു ഈ ശാസ്ത്രീയ അത്ഭുതങ്ങളൊക്കെ നേരത്തെ തന്നെ അങ്ങ് കാണിച്ചു തന്നൂടായിരുന്നു? ആദന്റെ പിന്നെ കാലത്ത് തന്നെ അതൊക്കെ മൊത്തം കിട്ട തുറന്നിട്ടാ പോരെ? അയാൾ പറഞ്ഞു, ചിലതൊന്നും തുറന്നിട്ടാൽ ലോകം ഇവിടെ ബാക്കിയാവൂല. അതിന് അയാൾ ഉദാഹരണം പറഞ്ഞതാണ്, ഈ JCB 1000 കൊല്ലം മുമ്പ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഭൂമിയോടെ ഉണ്ടാവൂല. ശരിയല്ലേ? മനുഷ്യന്മാരത് നശിപ്പിച്ച് കളിയില്ലേ?
അപ്പം ലാസ്റ്റ് ഇതൊക്കെ തകരാനാകുമ്പോഴേ ഇത്തരം അത്ഭുതങ്ങളൊക്കെ എത്തുള്ളൂ. സനുരി സിമ്പിൾ ഉദാഹരണമാണ് പറഞ്ഞത്. കാരണം മലയും കുന്നും പൊളിച്ചു കഴിഞ്ഞാൽ ഭൂമിക്ക് ഭീഷണിയാണ്, ഭൂമിയുടെ നിലനിൽപ്പിന് ഭീഷണിയാണ്. അപ്പം ഭൂമി പൊട്ടേണ്ട ഒരു സമയമുണ്ട്, പാളികളായി അടർന്നു പോകേണ്ട ഒരു സമയമുണ്ട്. അപ്പോഴേക്ക് കാര്യങ്ങളൊക്കെ സെറ്റാക്കും. അപ്പം അതിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് അപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇത് അല്ലാഹു തആല പറഞ്ഞു, ഇതിലൊരു സംശയം വേണ്ടട്ടോ. ഇന്ന് നമ്മുടെ മുമ്പിൽ വിവരങ്ങളുടെ മഹാപ്രളയമാണ്, അല്ലേ? വിവരങ്ങളുടെ മഹാപ്രളയത്തിൽ മുങ്ങിക്കുളിച്ച മനുഷ്യനാണ് ആധുനിക മനുഷ്യൻ. ആ ആധുനിക മനുഷ്യൻ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്നത് ഒരുപാട് മിസ് ഇൻഫർമേഷനുകളാണ്, തെറ്റായ വിവരങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ കിട്ടുന്നത്, ഫേക്ക് ന്യൂസുകളാണ്. അതുപോലെ തന്നെ AI ജനറേറ്റ് ചെയ്തിട്ടുള്ള കളവുകളാണ്, സൃഷ്ടിച്ചു തരുന്ന കളവുകളാണ്. കൃത്രിമമായ വാദങ്ങളാണ് നമ്മുടെ മുമ്പിൽ പലപ്പോഴും വന്നു നിൽക്കുന്നത്. ഇതെല്ലാം കൂടെ അങ്ങോട്ട് കണ്ട് അമ്പരക്കുന്ന പുതിയ കാലത്തെ മനുഷ്യൻ ചോദിക്കുകയാണ്, ഇതെല്ലാം കൂടെ കണ്ടിട്ട് ഞാൻ ആകെ അമ്പരന്ന് നിൽക്കുകയാണ്. ഏതാ പടച്ചോനെ ഇതിൽ ശരി? ഏതാ പടച്ചോനെ ശരി? ഒരു ചാനൽ തുറന്നാൽ ഇങ്ങനെ, മറ്റേ ചാനൽ തുറന്നാൽ ഇങ്ങനെ, മൂന്നാമത്തെ ഒരു ചാനൽ തുറന്നാൽ വേറൊരു അഭിപ്രായം ഒരേ വിഷയത്തെക്കുറിച്ച്. മുഖ്യമന്ത്രി തീരുമാനമാണെന്ന് വെച്ചോ, ഒരു ഉദാഹരണത്തിന് പറഞ്ഞ ഏറ്റവും ചൂടുള്ള വിഷയമാണല്ലോ. അപ്പോ എന്താണ് ഒരു പിടുത്തം കിട്ടുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഏതു വിഷയത്തിനും ഇങ്ങനെ അമ്പരന്ന് നിൽക്കുന്ന ഒരു മനുഷ്യൻ, ഇവയിൽ ഏതാ പടച്ചോനെ സത്യം എന്ന് ചോദിക്കുമ്പോ പടച്ചോന്റെ മറുപടി ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹ്. ഇത് പിടിച്ചോ, ഇതാ സംശയരഹിതമായ യഥാർത്ഥ ദിശാബോധം നൽകുന്ന ഒരു സമഗ്രമായ പുസ്തകം ഇവിടെയുണ്ട്. അള്ളാഹുവിന്റെ അഡ്രസ്സിലാണ് അത് അവതരിച്ചിരിക്കുന്നത്, പടച്ചോന്റെ അഡ്രസ്സിലാണ് അത് വന്നിരിക്കുന്നത്. പഠിച്ചോ, വായിച്ചോ, മനസ്സിലാക്കിക്കോ, ജീവിതത്തിൽ പകർത്തിക്കോ. അള്ളാഹുവിന്റെ അഡ്രസ്സിലുള്ള ഈ അറിവുകൾ പഠിച്ചാൽ തിരുത്തേണ്ടി വരില്ല, ഒന്നുപോലും ജീവിതത്തിൽ മാറ്റിപ്പറയേണ്ട ഗതികേടുണ്ടാവില്ല. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹ്. എത്ര മനോഹരാണ് ഈ അവതരണം. എന്തിനും. അപ്പൊ നിങ്ങൾ ഇതിലൊന്നും കണ്ട് അന്താളിച്ചിട്ട് കാര്യമല്ല. യഥാർത്ഥ തീരുമാനം അറിയണമെങ്കിൽ വിശുദ്ധ ഖുർആനിലേക്ക് വരണം. അതെ, എന്തു അറിയണമെങ്കിൽ അത് വിശുദ്ധ ഖുർആനിലേക്ക് വരണം. അതിൻ്റെ യഥാർത്ഥ തീരുമാനം എന്താണെന്ന് അറിയണമെങ്കിൽ ഖുർആൻ പഠിപ്പിച്ചു തന്ന ശൈലി സ്വീകരിക്കണം. അതാണ് അതിൻ്റെ അർത്ഥം. ഖുർആനിലേക്ക് വന്നാൽ അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇപ്പം ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞു, മുഖ്യമന്ത്രി ആരാന്ന് അറിയാതെ അങ്ങനെ അന്തം വിട്ടു നോക്കുമ്പോൾ അതിനും പരിഹാരം ഖുർആനിലുണ്ട് പറഞ്ഞാൽ അത് എങ്ങനെ തെളിയിക്കുങ്ങളെന്ന് ചോദിക്കൂലേ? മുഹമ്മദ് മുത്തവല്ലി ഷാറാവിയോട് ഒരിക്കൽ ചോദിച്ചിരുന്നു. ഒരു ഹോട്ടലിൽ റെസ്റ്റോറൻറ്റിൽ ചായ കുടിക്കുകയാണ് അദ്ദേഹം. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു യുക്തിവാദി ഇരിക്കുന്നു. അദ്ദേഹവുമായിട്ട് ഞാനിങ്ങനെ സംവാദത്തിലേർപ്പെട്ടു. അദ്ദേഹം ഞാനുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ പ്രഭാഷണങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നി നിങ്ങളുടെ പ്രഭാഷണങ്ങൾ കേട്ടപ്പം. പക്ഷേ നിങ്ങൾ എപ്പോഴും പറയുന്ന ഒരു സംഗതിയുണ്ട്, ഖുർആനിൽ പരാമർശിക്കാത്ത ഒരു സംഗതിയുമില്ല. ഖുർആനിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാ സംഗതികളും. നമ്മൾ സൂറത്തുൽ കഹ്ഫ് ഓതിയപ്പോൾ ഇന്നലെയൊക്കെ ഓതിയിട്ടുണ്ടാവും. ഈ ഗ്രന്ഥത്തിൽ നമ്മൾ ഒന്നിനും ഉപേക്ഷ വരുത്തിയിട്ടില്ല, എല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന അത് എനിക്കൊരു അതിശയോക്തിയായി തോന്നി. അപ്പോൾ ഷഹറാബി ചോദിച്ചത്രേ, നിങ്ങൾക്ക് എന്താണ് അതിൽ അതിശയോക്തി തോന്നിയത്? അല്ല, ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളും ഖുർആനിലുണ്ടോ എന്ന് ചോദിച്ചത്രേ. ആ, ഖുർആനിലുണ്ട്. എവിടെയാ ഖുർആനിലുള്ളത്? വീണ്ടും ചോദിച്ചു, എവിടെയാണ് ഖുർആനിലുള്ളത്? നിങ്ങൾക്ക് എന്താ അറിയേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം കുടുക്കാൻ വേണ്ടി ചോദിച്ചൊരു ചോദ്യമാണ്. റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, തൊട്ടടുത്ത് ഒരു ഗ്ലാസ് ഉണ്ട്, ആ ഗ്ലാസ്സിൽ അപ്പം വെച്ചിട്ടുണ്ട്, അപ്പം ഇങ്ങനെ അട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇയാൾ ഇങ്ങനെ ചൂണ്ടിയിട്ട് വെച്ചിട്ട് ആ അലമാരിക്കുള്ളിൽ
എത്ര അപ്പം ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ? ഖുർആൻ പറയണം എന്നോ? ഖുർആൻ ഓതിയിട്ട് പറയണം, അതിന് പരിഹാരം പറയണം. മുഹമ്മദ് മുത്തവല്ലി ഷായറായി പറഞ്ഞത്ര ഞാൻ പറയുമെന്ന് പറഞ്ഞത്രേ. അപ്പോൾ ഇയാൾക്കും കൗതുകമായി. കാരണം ഇത് വല്ലാത്തൊരു സംഭവമാണല്ലോ. ആ അലമാരിക്കുള്ളിൽ എത്ര വെള്ളപ്പം ഉണ്ട് അല്ലെങ്കിൽ അപ്പവും ചുട്ടുവെച്ചിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ അതിന് ഖുർആൻ ആയത്തോതി പറയാമെന്ന് പറഞ്ഞാൽ എങ്ങനെ സാധിക്കും? അപ്പോൾ അവിടെ അത് ചുട്ടുവെച്ച് കൊണ്ടുപോയി വെച്ച ആളെ വിളിച്ചു, മുഹമ്മദ് മുത്തവല്ലി ഷായറാവി. എന്നിട്ട് ചോദിച്ചു അതിൽ എത്ര അപ്പം ഉണ്ടെന്ന് വെച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഏകദേശം എത്ര അപ്പം ഉണ്ട്. ഇത് പറഞ്ഞപ്പോൾ ഇയാൾ വളരെ പുച്ഛത്തോടെ ചോദിച്ചു, ഇതാണോ നിങ്ങളോട് ഞാൻ ചോദിച്ചത്? ഇയാളോട് ചോദിച്ച് പറയാനല്ലല്ലോ പറഞ്ഞു, ഖുർആൻ ഓതി പറയാൻ. അപ്പോൾ പറഞ്ഞു അതെന്നെ ഖുർആൻ പഠിപ്പിച്ചതാണ്. ഫസ്അലൂ അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. ഫസ്അലൂ അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്കറിയാത്ത കാര്യം അറിയുന്നവരോട് ചോദിക്കണം. ഇതെന്നെ ഖുർആൻ പഠിപ്പിച്ചതാണ്, അത് അയാൾക്കേ അറിയുള്ളൂ, അപ്പം അയാളോട് ചോദിക്കണം. എന്നതുപോലെ മുഖ്യമന്ത്രി ചർച്ച ഹൈക്കമാൻഡിൻ്റെ അടുത്ത് ഇപ്പോൾ ഇത് തീരുമാനമുണ്ട്, അവരോട് ചോദിച്ചാൽ മതി, ഓല് പറഞ്ഞാൽ ക്ലിയർ ആവും. അപ്പോൾ ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ചിന്തിക്കുക, വിശുദ്ധ ഖുർആന്റെ ഓരോ പ്രയോഗങ്ങളും വല്ലാത്ത പ്രയോഗമാണ്. ലാ റൈബ ഫീഹി, ലാ റൈബ ഫീഹി. അല്ലാഹുവേ, ഈ ഗ്രന്ഥം മുറുകെ പിടിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹുദല്ലിൽ മുത്തഖീൻ, ഭക്തന്മാർക്ക് മാർഗദർശനമാണ് ഈ വിശുദ്ധ ഗ്രന്ഥം. വിശുദ്ധ ഖുർആൻ ആർക്കും വായിക്കാൻ പറ്റും, എല്ലാവർക്കും വായിക്കാൻ കഴിയും. എന്നാൽ ആ ഖുർആനിലെ വെളിച്ചം സ്വീകരിക്കാൻ മുത്തഖീങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ, ഭക്തന്മാർക്ക് മാത്രമേ കഴിയുള്ളൂ. ഇത്രയും സുന്ദരമായൊരു ഗ്രന്ഥം, അതാണത്രേ ഗ്രന്ഥം. വേറുള്ളതൊന്നും യഥാർത്ഥ പുസ്തകമല്ല. അതിൽ തെറ്റും ശരിയുമില്ല, ശരി മാത്രമേ ഉള്ളൂ. അതിൽ സംശയമില്ല, ഉറപ്പ് മാത്രമേ ഉള്ളൂ. എന്നിട്ടും എന്തുകൊണ്ട് ചെറിയൊരു ന്യൂനപക്ഷം മാത്രമല്ലേ ലോകത്ത് ഇത് സ്വീകരിക്കുന്നുള്ളൂ? മഹാഭൂരിപക്ഷവും അപ്പുറത്തല്ലേ? ഖുർആൻ പറയുന്നു ഹുദല്ലിൽ മുത്തഖീൻ. സത്യമാണെന്ന് കരുതി ആ വെളിച്ചത്തിലേക്ക് എല്ലാവരുടെയും തല തുറക്കൂല. ആ വെളിച്ചത്തിലേക്ക് തല തുറക്കണമെങ്കിൽ മുത്തഖിയായിരിക്കണം, ഭക്തനായിരിക്കണം, അള്ളാഹുവിൻ്റെ ശിക്ഷ ഭയന്ന് അവൻ്റെ പൊരുത്തം ആഗ്രഹിച്ച് ജീവിക്കേണ്ടതുണ്ട്. അപ്പോഴേ നടക്കുള്ളൂ. ഈ തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് മനോഹരമായ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമുക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. തഖ്വ എന്ന് പറഞ്ഞാൽ ഇത് ഏതുപോലെയാണ്? കുറച്ച് റിസ്ക് ഉള്ള ഏർപ്പാടാണ് ഈ തഖ്വ കാണിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ. തഖ്വ ചെയ്ത് ജീവിക്കുക, ഭക്തിയോട് കൂടെ ജീവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ച് റിസ്ക് ഉള്ള പണിയാ, അത്ര എളുപ്പമുള്ളതല്ല. അത് മനസ്സിലാക്കി തരാൻ വേണ്ടി ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഉദാഹരണം കേട്ടോളൂ. മുള്ളു നിറഞ്ഞ വഴിയിലൂടെ, മുള്ളുകൾ നിറഞ്ഞ വഴിയിലൂടെ വസ്ത്രം ഉയർത്തിപ്പിടിച്ച് സൂക്ഷിച്ച് നടക്കുന്ന ഒരാളെ പോലെയാണ് മുത്തഖീൻ. വല്ലാത്ത ഉദാഹരണം കേട്ടോ. മുള്ളു നിറഞ്ഞ വഴികളിലൂടെ തുണി പൊക്കിപ്പിടിച്ച്, തുണി ഉയർത്തിപ്പിടിച്ച്, മുട്ടുവരെ തുണി ഇങ്ങനെ പൊക്കിപ്പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ എത്ര സൂക്ഷിച്ച് ജീവിക്കണം അവൻ. തുണി ഉണ്ടായാൽ പിന്നെ ശരീരത്തിൽ പെട്ടെന്ന് തട്ടൂല. അതിനാണ് ആ പറഞ്ഞത്. വസ്ത്രം ഉയർത്തിപ്പിടിച്ച് മുള്ളു നിറഞ്ഞ വഴികളിലൂടെ നടക്കുകയാണെങ്കിൽ ഈ മുള്ളുകൾ നമ്മുടെ ശരീരത്തിൽ കോറും, അപ്പോൾ വേദനിക്കും. അപ്പം നമ്മൾ എത്ര കരുതിയ ഓരോ സ്റ്റെപ്പും വെക്കുക, അതുപോലെ നടന്നോളണം, അപ്പോഴേ മുത്തക്കിയാവുള്ളൂ. പണി തന്നെ അല്ലേ? മുത്തക്കിയാകണമെങ്കിൽ പണി തന്നെയാണ്. കണ്ടതുപോലെ അങ്ങോട്ട് ഓടിയാലും ചാടിയാലും ജീവിച്ചാലും മുത്തക്കിയാവൂല. നോക്കി കാല് വെച്ചോളണം, നോക്കി കൈ വെച്ചോളണം, നോക്കി നാവ് വെച്ചോളണം. ചിന്ത പോലും പടച്ചവന്റെ പൊരുത്തത്തിലായിരിക്കണം, അപ്പോഴേ മുത്തക്കിയാകുള്ളൂ. അല്ലാ, ഇന്നത്തെ ഈ പുതിയ കാലഘട്ടത്തിൽ മൊബൈലുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മുമ്പിലേക്ക് ഹറാം കണ്ടന്റുകളാണ് പലപ്പോഴും വരിക. അത് വരുമ്പം കണ്ണിങ് മാറ്റാൻ കഴിയണം. അതാണ് മുത്തഖി. അഴിമതി സർവസാധാരണയാക്കി മാറ്റിയ ഒരു സമൂഹത്തില് ഹലാൽ സമ്പാദ്യം എന്ന ശീലം മാത്രം ഉണ്ടാക്കുക റിസ്ക്കുള്ള തഖ്വയാണ്, അല്ലേ?
തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് റിസ്ക് ഉള്ള തത്വയാണ് ഹലാലായത് മാത്രം തിന്നുക, മക്കളെ തീറ്റിക്കുക എന്നുള്ളത്. വയറ് വീർപ്പിക്കണം എന്ന് മാത്രമേ ഉള്ളൂ, ഹലാലായിക്കൊള്ളണം എന്ന നിർബന്ധം പലർക്കുമില്ല. ഒരു സൂഫിയുടെ ഭാര്യ, അദ്ദേഹം എന്നും പണിക്ക് പോകുമ്പോൾ വഴിയിൽ തടഞ്ഞു വെച്ച് അദ്ദേഹത്തോട് പറയുമായിരുന്നത്രേ, ചരിത്രത്തിൽ കാണാം, എന്നും ഇയ്യാക വകസ്ബൽ ഹറാം ഫഇന്നാ നസ്ബിറു അലൽ ളിഖി വൽ ജൂഅ് വലാകിന്നാ ലാ നസ്ബിറു അലൻ നാർ. ഞങ്ങൾക്കൊക്കെ ശരിയായ ബോധം നൽകണേ അല്ലാഹ്. ഇത്ര കടുപ്പുള്ള വാക്കാണത്. എന്നും പണിക്കിറങ്ങുമ്പോൾ പണിയായുധവും എടുത്ത് പണിക്ക് പോകുമ്പം ഭർത്താവിനെ വഴിയിൽ തടഞ്ഞു വെച്ചിട്ട് ഈ ഭാര്യ പറയൂ അത്ര, പടച്ചോനപ്പേടിയുള്ള ഈ പെണ്ണ്, ഇയ്യാക വകസ്ബൽ ഹറാം, നിങ്ങളെ എന്നെയും കുട്ടികളെയും തീറ്റിപ്പോറ്റാൻ എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ ഇറങ്ങുകയാണ്. അതുകൊണ്ട് ഹറാമായ ഒരു വറ്റു പോലും സമ്പാദിച്ച് ഇങ്ങോട്ട് വരരുത്, ഹറാമായ ഒരു ക്യാഷ് പോലും സമ്പാദിക്കരുത്. അതുകൊണ്ട് എന്നെ മക്കളെയും പോറ്റരുത്. ഹറാം സമ്പാദിക്കുന്നത് നിങ്ങൾ കരുതിയിരിക്കണം. ഇയ്യാക വകസ്ബൽ ഹറാം, ഹറാം സമ്പാദ്യം നിങ്ങൾ കരുതിയിരിക്കണേ, കരുതലോടെ കാണണം, ചെയ്യരുത് കേട്ടോ. കാരണം ഫഇന്നാ നസ്ബിറു അലൽ ളിഖി വൽ ജൂഅ്, പട്ടിണിയും പായാരവും ഞാനും മക്കളും സഹിച്ചോളാം. ഉണ്ടാ, ഹലാല് കിട്ടിയില്ല, ഹറാമേ ഉള്ളൂ, അങ്ങനെ വന്നോളൂ, വെറും കൈയോടെ വരെ വന്നോളൂ. അപ്പൊ എങ്ങനെ പുക ഉയരും അടുപ്പിൽ നിന്ന്? പ്രശ്നമല്ല, കുറച്ച് പ്രയാസവും ബുദ്ധിമുട്ടും പട്ടിണിയും ഒക്കെ ഉണ്ടാവുന്നല്ലേ ഉള്ളൂ, അത് ഞാനും മക്കളും സഹിച്ചോളാ. വലാകിന്നാ ലാ നസ്ബിറു അലൻ നാർ, മറിച്ച് കുല്ലുമാ നബത മിനസ്സുഹ്തി ഫന്നാറു ഔലാ ബിഹി, ഹറാമിൽ നിന്ന് മുളച്ചു പൊങ്ങിയത്, ഹറാമ് തിന്നിട്ട് പുഷ്ടിച്ച ശരീരം, അത് നരകത്തിന് ബന്ധപ്പെട്ടതാണെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നരകത്തിൽ പോകും, ഞങ്ങളെ ഹറാമ് തീറ്റിച്ചാൽ. അതുകൊണ്ട് ഞങ്ങൾക്ക് നരകം സഹിക്കാൻ കഴിയൂലട്ടോ. അതുകൊണ്ട് പൊന്നു ഭർത്താവിനോട് പറയാണ്, ഇക്ക നിങ്ങൾ ഹലാല് മാത്രമേ ഞങ്ങളെ തീറ്റിക്കാവൂട്ടോ. ഇതാണ് യഥാർത്ഥ മുത്തഖീങ്ങൾ. ബേജാറാകുന്നില്ലേ കേട്ടിട്ട്? കാരണം ഇന്ന് നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു ഭാര്യ ഉണ്ടോ? ഒന്നാലോചിച്ച് നോക്ക്. നമ്മളൊരു പൊട്ടനാണെങ്കിൽ ഭാര്യ മനസ്സിലാക്കി തരും എങ്ങനെ ഹറാം ഉണ്ടാക്കുക അല്ലേ? ഇന്നത്തെ കാലത്തെ ഭാര്യമാരങ്ങനെയാണ്. അയൽപക്കക്കാരൻ ഉണ്ടാക്കുന്ന ഹറാമായ രീതി, നിന്റെ സുഹൃത്തുണ്ടാക്കുന്ന ഹറാമായ രീതിയൊക്കെ ഭാര്യ പറഞ്ഞു തരും. നിങ്ങൾക്ക് മാത്രം മരിച്ചു പോയാൽ മതിയോ? അവനും മരിച്ചു കൊണ്ടേന്ന് ചോദിക്കും. ഹറാമ് സമ്പാദിക്കാനുള്ള ഐഡിയകൾ പറഞ്ഞു തരുന്ന ഭാര്യമാരാണ് ഇന്നുള്ളതെങ്കിൽ അന്ന് ഹറാമായ ഒരു വറ്റിനെ ഭയപ്പെടുന്ന ഭാര്യമാരുടെ അവസ്ഥയായിരുന്നു ഇത്. അല്ലാഹുവേ, ഞങ്ങളുടെ പരലോക ജീവിതം നീ നന്നാക്കി തരണേ അല്ലാ. വാട്സപ്പിൽ വരുന്ന സന്ദേശങ്ങൾ ഫോർവേഡ് ചെയ്യുന്നതിന് മുമ്പ്, ഷെയർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഇത് സത്യമാണോ മിഥ്യയാണോ? ഇതൊക്കെയാണ് തഖ്വ എന്ന് പറയുന്നത്. ഒറ്റക്ക് ഇരിക്കുമ്പം ആരുമില്ല, ഞാനും പടച്ചോനും മാത്രം, ആ സമയത്ത് പോലും പടച്ചോനെ ഭയപ്പെടണം. ഇതാണ് യഥാർത്ഥ തഖ്വ. അപ്പൊ അതാണ് ഹുദല്ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. ആ പടച്ചോനെ പേടില്ലാത്തവർക്ക് പടച്ചോൻ പറഞ്ഞത് ഉള്ളിക്ക് കയറൂലല്ലോ. അതാ ഈ ഹുദല്ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞത്. ആദ്യം വേണ്ടത് പടച്ചോനെ പേടിയാണ്. ഇപ്പം നമ്മൾ 25 കൊല്ലമായി ഞാൻ ഈ ക്ലാസ് എടുക്കുന്നു, നിങ്ങൾ കേൾക്കുന്നു. എന്താ സുഹൃത്തുക്കളെ എൻ്റെ നിങ്ങളീ അവസ്ഥ? ഓരോരുത്തരും ഒറ്റക്കിരുന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്ക്. എൻ്റെ അവസ്ഥയെക്കുറിച്ച് എനിക്ക് നല്ല ബോധമുണ്ടല്ലോ. ഞാൻ എത്രമാത്രം ഇനിയും നന്നാവാനുണ്ട്, എൻ്റെ ഭാഗത്തുള്ള പോരായ്മകൾ എന്തൊക്കെയാണ്. പ്രിയപ്പെട്ടവരെ, പടച്ചോനെ പേടിയില്ലാതെ ഒരു മനുഷ്യനെ നന്നാക്കാൻ പറ്റൂല. അതിന് വേണ്ടത് പടച്ചോനെ പേടിയാണ്. അല്ലാഹു തആല എന്നെ നിങ്ങളിൽ നന്നാക്കി തരട്ടെ. തഖ്വ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. നിന്നെ പേടിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണം അല്ലാ.
ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളുടെ പേരിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ ഈ മുഹിബ്ബീങ്ങളുടെ ഇടയിലിട്ട് ഞങ്ങളെ നീ മാനം കെടുക്കരുത് റഹ്മാനെ. നീ പൊരുത്തപ്പെട്ടു തരണം അല്ലാ. ജീവിതത്തിൽ വന്നുപോയ അബദ്ധങ്ങളൊക്കെ നീ പൊരുത്തപ്പെടണം അല്ലാ. അല്ലാ, നീ മാപ്പാക്കാതെ വിടരുത് അല്ലാ. നരകത്തിന്റെ വിറകാക്കരുത് അല്ലാ. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. ഇനി മുത്തഖീങ്ങൾ ആരാണ് എന്ന് സൂറത്തുൽ ബഖറ വിശദീകരിക്കുന്നത് കേട്ടുനോക്ക്. മനോഹരമാണ് സുഹൃത്തുക്കളെ. മുത്തഖീങ്ങൾക്ക് വേണ്ട ഒന്നാമത്തെ ഗുണം അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. മുത്തഖിയാണോ അവൻ അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവനാകും. കണ്ണിൽ കാണാത്തതൊന്നും ഞാൻ അംഗീകരിക്കൂല എന്ന് പറയുന്നവൻ മുത്തഖിയല്ല. അവൻ സൂക്ഷിച്ചു ജീവിക്കുന്നവനല്ല, അവന് പേടിയുള്ളവനല്ല, അവൻ പിടുത്തം വിട്ട ധീരനാണ്. പിടുത്തം വിട്ട ധൈര്യം എന്ന് പറഞ്ഞ മോശപ്പെട്ട ഒരു ധൈര്യമുണ്ട്, അതാണ് അവന്റെ ധൈര്യം. കണ്ണിൽ കാണാത്തതൊന്നും ഞാൻ വിശ്വസിക്കൂല. ഗൈബ് പറഞ്ഞാൽ അതാണ്, കണ്ണിൽ കാണാത്ത കാര്യങ്ങൾ, പരമയാഥാർത്ഥ്യങ്ങൾ. അതിനെയാണ് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. ഈമാൻ കാര്യം മുഴുവൻ ഗൈബാണ് അല്ലേ? അപ്പോഴല്ലേ വിശ്വസിക്കുക എന്ന് പറഞ്ഞതിന് അർത്ഥമുള്ളൂ. ചിലർ പറയും ഇതാണ് ഇപ്പം മുഅ്മിനീങ്ങളുടെ ഒന്നാമത്തെ ക്വാളിറ്റി പറഞ്ഞത്. ഒരു യുക്തിവാദി പറയുന്നുണ്ട്, ഏത്? കണ്ണ് കാണാത്തത് വിശ്വസിക്കുക, ഇതാണ് അത്രേ മുഅ്മിനീങ്ങളുടെ ഒന്നാമത്തെ ക്വാളിറ്റി. കളിയാക്കാൻ പറ്റിയ ഏറ്റവും നല്ലതാണ്. കാണാത്ത കാര്യങ്ങൾ വിശ്വസിക്കുന്നവരാണ്. സുഹൃത്തെ, വിശ്വസിക്കണമെങ്കിൽ തന്നെ കണ്ണ് കാണാത്തതാവണമെന്ന്. കണ്ണ് കണ്ടതിന് പിന്നെ വിശ്വസിക്കുക എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. എന്താ ചെയ്യുക? വിവരം അള്ളാഹു കൊടുക്കാഞ്ഞാൽ, അന്ധവും മൂടും നൽകാഞ്ഞാൽ ഒരു നിർവാഹമില്ല. ഈമാൻ എന്ന് പറയുന്നതിന് ഗൈബ് കൊണ്ടേ ഉണ്ടാവുള്ളൂ. ദൃശ്യം കൊണ്ട് എന്ത് ഈമാനാണ്? ഞാൻ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇവിടെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങനെ വെച്ചു. ഈ പീഠത്തിന്റെ മുകളിൽ ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ഞാൻ പറയാണ് ഇവിടെ ഒരു ഗ്ലാസ് വെള്ളമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാല് നിങ്ങൾ എന്താ ചെയ്യാം? അല്ലേ? നിങ്ങൾ ഇപ്പൊ തന്നെ വണ്ടി കിട്ടുമോ നോക്കും എന്നെ കൊണ്ടുപോകാൻ, അല്ലേ? എന്ത് സൊക്കേടാപ്പുള്ളത്. കാരണം ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അതേസമയം ഇവിടെ ഒരു ഗ്ലാസ് വെള്ളമുണ്ട്, അത് ഞാൻ കാണുന്നില്ല. ഇവിടെ ഒരു ഗ്ലാസ് വെള്ളമുണ്ട്. അപ്പൊ ഞാന് പ്രസംഗത്തിന്റെ ആവേശത്തില്, ക്ലാസിന്റെ ആവേശത്തില് ഈ സാധനം ഇങ്ങനെ പിടിച്ചിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയപ്പോൾ ദാരിമി ഉസ്താദ് എഴുന്നേറ്റിട്ട് പറയാണ്, ഉസ്താദെ അവിടെ ഒരു ഗ്ലാസ് വെള്ളം ഉണ്ട് കേട്ടോ, അത് തട്ടിമറിയും. അപ്പൊ ഞാനിങ്ങനെ നോക്കല്ല. ദാരിമി ഉസ്താദിന് എനിക്ക് നല്ല വിശ്വാസമാണ്, അദ്ദേഹം കളവ് പറയില്ല, നല്ല ഉറപ്പുണ്ട്, ജീവിതത്തിലൂടെ ഞാൻ അത് അനുഭവിച്ചറിഞ്ഞു എന്നൊക്കെ സങ്കല്പിക്കുക. ഞാൻ പറഞ്ഞു ഓക്കെ, അവിടെ ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനാ വിശ്വാസം എന്ന് പറയാം. എന്നതുപോലെ ജീവിതത്തിൽ തമാശയായിട്ട് പോലും ഒരു പൊള്ളു പറഞ്ഞിട്ടില്ലാത്ത ഒരു മനുഷ്യൻ സയ്യിദുനാ റസൂലുള്ളാഹ് നമ്മളോട് പറഞ്ഞു മരണാനന്തരം ജീവിതമുണ്ട്. മരണമുണ്ട് എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കേണ്ട കാര്യമല്ല, അതിവിടെ കണ്ടിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. മരണാനന്തരം ജീവിതമുണ്ട്, അവിടെ നരകമുണ്ട്, സ്വർഗമുണ്ട്. അള്ളാഹുവിനെ കാണുന്നില്ല, അള്ളാഹു ഉണ്ട്. അള്ളാഹുവിന്റെ ഉണ്ടെന്നതിന്റെ അടയാളങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ബോധ്യപ്പെടുത്തി തന്നു. നമ്മൾ പറഞ്ഞു ആമന്നാ ബില്ലാഹ്. ഇതിനാണ് വിശ്വാസം എന്ന് പറയാം. ഈമാൻകാരിയൊക്കെ അങ്ങനെയാണ്. ഈമാൻകാരി 6 അല്ലേ? ഒന്നാമത്തെ എന്താ? അൽ ഈമാനു ബില്ലാഹ്. അള്ളാഹുവിനെ നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല, ഗൈബാണ്. പിന്നെ അടുത്തത് എന്താ? വ മലായികതിഹി അൻ തുമിന ബില്ലാഹി വ മലായികതിഹി. മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുക. മലക്കുകളെ നമ്മൾ കണ്ടുണോ? ഇല്ല, ഗൈബിൽ വിശ്വസിച്ചതാണ്. പിന്നെന്താ പറഞ്ഞത്? വ കുതുബിഹി, അവന്റെ കിതാബുകൾ. അവിടെയാണ് ഇപ്പം ഒരു ഡൗട്ട്. കിതാബ് കാണുന്നില്ലേ? ഇല്ല. വറുസുലിഹി, അവന്റെ മുർസലീങ്ങൾ, അവരും കണ്ടിട്ടില്ലേ? നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും കണ്ടവരുണ്ടല്ലോ, മുർസലീങ്ങളെ കണ്ടവരുണ്ടല്ലോ. ഇല്ല, കിതാബ് ഇത് അള്ളാഹുവിന്റെ കിതാബാണ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ കിതാബ് പറഞ്ഞാൽ അക്ഷരവും ശബ്ദവും ഒന്നുമില്ലാത്ത സാധനമാണ്. അതിൻ്റെ മേലെ അറിയിക്കുന്ന ഒരു ഘടകം മാത്രമാണ് ഈ കാണുന്ന മുസ്ഹഫ്.
ഇതല്ലല്ലോ യഥാർത്ഥത്തിൽ കിതാബ് എന്ന് പറഞ്ഞത്. ഇനി ഈ കിതാബ് അള്ളാഹുവിന്റെ കിതാബാണ് ഈ വചനങ്ങൾ എന്ന് പറയുമ്പം അത് നമുക്ക് പ്രത്യക്ഷത്തിൽ ബോധ്യപ്പെട്ട ഒരു കേസല്ല. അതും മുത്തുനബിയെ വിശ്വസിച്ചതിന്റെ പേരിൽ വിശ്വസിച്ചതാണ്. ഇത് അള്ളാന്റെ കിതാബാണ് എന്നത് മുത്തുനബിയെ വിശ്വസിച്ചതിന്റെ പേരിൽ വിശ്വസിച്ചതാണ്. ഖുർആന്റെ ഉള്ളടക്കത്തിന്റെ ഗൗരവം മനസ്സിലാക്കി വിശ്വസിച്ചതാണ്. അപ്പൊ അതും ഗൈബാണ്. യഥാർത്ഥ കിതാബാണോ എന്നത് ഗൈബാണ്. യഥാർത്ഥ മുർസലാണോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിലെ മുഹമ്മദിനെ ആളുകളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ മുഹമ്മദ് നബിയെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഗൈബാണ്. നബി എന്ന് പറഞ്ഞാൽ നുബുവത്ത് കാണൂലല്ലോ, നുബുവത്തിന്റെ അടയാളങ്ങളെ കാണുള്ളൂ. അപ്പം പ്രവാചകന്മാർ, കിതാബുകൾ, ഇനി അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എന്താ? ആഖിറത്തിലുള്ള വിശ്വാസം. വബിൽ യൗമിൽ ആഖിർ, അന്ത്യനാളിലുള്ള വിശ്വാസം, പുനരുത്ഥാനം, ഹിസാബ്, സിറാത്ത് പാലം, നരകം, സ്വർഗം, ഇതൊക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കാം. നമ്മളിതൊന്നും കണ്ടിട്ടില്ല, കാണാതെ വിശ്വസിക്കുകയാണ്. ഇതിന്റെ പേരാണ് ഈമാൻ. ഇതിന്റെ പേരാണ് ഈമാൻ. പിന്നെ ഖദറിലുള്ള വിശ്വാസം, വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല, അതെന്തായാലും ഗൈബാണ്. അപ്പം എല്ലാം ഗൈബാണ്. ആധുനിക കാലത്തെ ഒരു പ്രതിസന്ധി, പുതിയ കാലത്തെ ഒരു പ്രതിസന്ധി എന്താന്ന് ചോദിച്ചാൽ, യുക്തിവാദികൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, സയൻസ് തെളിയിക്കുന്നതൊക്കെ കണ്ണിൽ കാണുന്ന കാര്യങ്ങളാണ്. സയൻസ് പ്രൂവ്സ് ഓൺലി വാട്ട് ഈസ് വിസിബിൾ. ഇതാണ് പുതിയ കാലത്തെ വാദം. സയൻസ് നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നതൊക്കെ കണ്ണിൽ കാണുന്ന കാര്യങ്ങൾ മാത്രമാണ് സയൻസ് തെളിയിക്കുന്നത്. സത്യത്തിൽ വിഡ്ഢിത്തല്ലേ ഈ പറഞ്ഞത്? മനുഷ്യ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പലതും കാണാൻ പറ്റാത്തതല്ലേ? ഞാൻ ചോദിക്കുന്ന ചില സംഗതികൾ, സ്നേഹം, അത് കണ്ടവരുണ്ടോ ആരെങ്കിലും? സ്നേഹത്തിന്റെ അലയൊലികൾ കണ്ടിട്ടുണ്ടാകും. സ്നേഹം കണ്ടവരാരാ? റൂഹ്, ജീവൻ എന്ന് പറഞ്ഞ സാധനം ഇന്ന് വരെ കണ്ടവരാരെങ്കിലും ഉണ്ടോ? ഇല്ല. ബോധം, വികാരം, മനസാക്ഷി, ഇതൊക്കെ ഉണ്ട് എന്ന് ശാസ്ത്രം പറയുന്നില്ലേ? ഇതൊക്കെ ആരാ കണ്ണുകൊണ്ട് കണ്ടത്? വൈദ്യുതി, കരണ്ട്, ആരാ കാണുന്നത്? കാണുന്നില്ല, പക്ഷെ അതിന്റെ ഫലം കാണുന്നുണ്ട്. കരണ്ട് കണ്ടിട്ടില്ല, പക്ഷെ കരണ്ടിന്റെ ഫലം കാണുന്നുണ്ട്. കരണ്ട് ഉള്ളത് കൊണ്ടാണ് ഫാൻ കറങ്ങുന്നത്, ബൾബ് പ്രകാശിക്കുന്നത്, അടുക്കളയിൽ മിക്സി വർക്ക് ചെയ്യുന്നത്, AC ചാലുവാകുന്നത്, അല്ലേ? അങ്ങനെ അടയാളങ്ങളാ കാണുന്നത്. കരണ്ട് അപ്പോഴും ആരും കണ്ടിട്ടില്ല. ഞാൻ കാണാത്തതിലൊന്നും വിശ്വസിക്കൂല. അടയാളം കണ്ടാലൊന്നും പോരാ, എനിക്ക് കാണുന്നെ വേണമെന്ന് പറഞ്ഞാൽ അവന് ശരിക്കൊരു വയറ് കൈ കൊടുക്കുക, പിടിക്കുക എന്ന് പറയാം. അതേ മാർഗമുള്ളൂ. കാരണം കാണുന്നില്ലല്ലോ. അപ്പൊ ബോധ്യപ്പെടും, കാണാത്തത് വിശ്വസിക്കാം എന്ന് ബോധ്യപ്പെടും. ഞാൻ അതാദ്യം പറഞ്ഞു, ഈമാൻ എന്ന് പറഞ്ഞാൽ തന്നെ മഗീബാത്ത് കൊണ്ടേ സാധ്യമാവുള്ളൂ. അത് വല്ലാത്തൊരു സംഭവമാണ്. ഇത് എല്ലാ സംഗതികളെയും ജീവനെ കാണുന്നില്ല, പക്ഷെ അതിൻ്റെ അടയാളങ്ങൾ കാണുന്നുണ്ട്, നടക്കുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, കരയുന്നുണ്ട്. അപ്പം ജീവനുണ്ട് എന്ന് ഉറപ്പിക്കും. അതൊക്കെ നിലച്ചു പോയാൽ ജീവനില്ല എന്ന് മനസ്സിലാക്കും. എന്തോ വൈഫൈ, അത് കാണുന്നില്ല, അതിൻ്റെ ഫലങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. സൃഷ്ടിയുടെ അത്ഭുതങ്ങളിൽ മുഴുവനും അള്ളാഹുവിൻ്റെ അടയാളങ്ങൾ കാണുന്നു. അതുകൊണ്ടാണ് ഖുർആൻ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുമ്പം അള്ളാഹു ഇവിടെ വരുത്തി വച്ചിട്ടുള്ള അടയാളങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇത് അള്ളാഹു ഉണ്ടെന്നതിന് തെളിവാണ് എന്ന് പറയുന്നത്. വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. വയുഖീമൂന സ്വലാ, വിശ്വാസികൾക്കുണ്ടാകേണ്ട അടുത്ത ഗുണം നിസ്കാരം മുറ പോലെ നിർവഹിക്കുക. സമയം കഴിഞ്ഞു, അതുകൊണ്ട് പെട്ടെന്നങ്ങ് പറയാം. നിസ്കാരം മുറ പോലെ നിർവഹിക്കുക. സുന്നത്തും ഫർളും ഷർത്തും ഒക്കെ നോക്കിയിട്ട് നിർവഹിക്കുക. ഖളാ ആകാതെ നിർവഹിക്കുക, കൃത്യമായി നിർവഹിക്കുക, നിസ്കാരം നിലനിർത്തുക. ഇതാണ് യുസല്ലൂന എന്ന് പറയാതെ യുഖീമൂന സ്വലാ എന്ന് പറഞ്ഞത്. യുസല്ലൂന എന്ന് പറഞ്ഞാൽ നിസ്കരിച്ചാൽ മതി, പക്ഷെ യുഖീമൂന സ്വലാ നിസ്കരിച്ചാൽ പോരാ, അതിൽ നല്ല ചിട്ടവട്ടങ്ങൾ വേണം. യുഖീമൂന എന്ന് അപ്പോഴേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് ഇന്ന് ഈ ഒരു സ്വഭാവം, മുത്തഖീങ്ങളുടെ ഈ ഒരു സ്വഭാവം എത്ര പേർക്ക് ഇന്നുണ്ട്? ഇല്ല എന്നുള്ളതാണ്. ഇല്ല എന്നുള്ളതാ സത്യം. ഇപ്പം അല്ലദീന യുമിനൂന ബിൽ ഗൈബ് പറഞ്ഞു. എത്ര ആൾക്ക് ശരിക്കും നരകവും സ്വർഗവും ഒക്കെ ശരിക്കും വിശ്വാസമുണ്ട്? ഉണ്ടെങ്കിൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. എന്നതുപോലെ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവർ എത്ര ആളുകളുണ്ട്? 24 മണിക്കൂർ സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്ന ആളുകളുണ്ട്. സമയമുണ്ട്,
ഇൻസ്റ്റഗ്രാം സ്ക്രോളിങ്ങിന് സമയമുണ്ട് അല്ലേ? എന്ത് സംഗതികളാണ്, ഗെയിമിങ്ങിന് നല്ല ഒരു സമയം ചെറുപ്പക്കാർ ചെലവഴിക്കുന്നുണ്ട്. എല്ലാറ്റിനും സമയമുണ്ട്. യൂട്യൂബിൽ, ഫേസ്ബുക്കിൽ അല്ലേ? ഇതൊക്കെ ഒരു തരം ബുക്കുകളാണ്, മനുഷ്യനെ വഞ്ചിക്കുന്ന പുസ്തകങ്ങളാണ്. പക്ഷേ നമ്മളിപ്പോൾ പറഞ്ഞു ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഈ കുഴപ്പമൊന്നുമില്ലാത്തൊരു കിതാബ് ഇതേ ഉള്ളൂ. നമ്മളിപ്പോൾ ഈ പുസ്തകത്തിലൊക്കെ കുടുങ്ങിക്കിടക്കുക. ഫേസ്ബുക്ക്, ഈ മുഖപുസ്തകത്തിൽ പേജ് തീരാത്ത പുസ്തകമാണത് അല്ലേ? ഖുർആൻ്റെ മറിച്ചാലും പേജ് തീരും, ആശയം തീരൂലെങ്കിലും. ഫേസ്ബുക്കിൽ പേജ് തീരലില്ല. അങ്ങനെ വലിച്ചു നോക്കിയില്ലേ? തീരയില്ല. അവസാനം നമുക്ക് നിർത്തുക. ഇത് വല്ലാത്തൊരു സംഭവമാണ്. നിസ്കരിക്കാൻ മാത്രം നമുക്ക് സമയമല്ല. 6, 7, 8 ഒക്കെ മണിക്കൂർ ദിനേന ഈ മൊബൈലിൻ്റെ മുമ്പിൽ കുത്തിയിരിക്കാൻ സമയമുണ്ട്. ആണും പെണ്ണും അങ്ങനെയായിപ്പോയി. നാട്ടിലും വീട്ടിലും ഒക്കെ വഷളായി. നിസ്കരിക്കാൻ മാത്രം സമയമല്ല. ഇതിന് സമയക്കുറവ് എന്നല്ല, മുൻഗണന പ്രാധാന്യം കുറഞ്ഞു പോയതാണ് ഇതിൻ്റെ പ്രശ്നം. നമ്മൾ എന്താ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന സമയം കിട്ടുന്നില്ല. എന്തിന് മുൻഗണന കൊടുക്കണമെന്ന ബോധം ഇത് നഷ്ടപ്പെട്ടു പോയതാണ്. മുൻഗണനാ ക്രമബോധം നഷ്ടപ്പെട്ടു പോയതാണ് നമ്മുടെ പ്രശ്നം. ഇത് മനസ്സിലാക്കിയാൽ മതി. ഈ കാലഘട്ടത്തിൽ മനുഷ്യർ ഡിപ്രഷൻ കൊണ്ട്, സ്ട്രെസ് കൊണ്ട് കുടുങ്ങിക്കിടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു സുജൂദിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ ഹൃദയം ഓപ്പൺ ചെയ്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ അങ്ങനെ എല്ലാം ഒതുക്കി വെച്ച്, എല്ലാം അടക്കി വെച്ച് ഒതുക്കത്തോടങ്ങനെ കിടക്കുന്ന ആ ഒരു നിമിഷമുണ്ടല്ലോ, ദുനിയാവിലെ മുഴുവൻ ശബ്ദമയങ്ങളിൽ നിന്നും കോലാഹലങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് പടച്ചോനുമായിട്ട് അടുത്ത് സുജൂദിൽ കിടക്കുന്ന ഒരു രംഗം, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അത് വല്ലാത്ത മനോഹരമായ രംഗമാണ്. മുത്തുനബി പറഞ്ഞു, അഖ്റബു മാ യകൂനുൽ അബ്ദു ഇലല്ലാഹ് വഹുവ സാജിദ്. സദഖ റസൂലുള്ളാഹ്. സുജൂദിൽ കിടക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ റബ്ബിനോട് ഏറ്റവും അടുക്കുന്ന നേരം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊക്കെ ഈ ദുനിയാവിൽ ഒരുപാട് കാര്യങ്ങൾ താല്പര്യം ഉണ്ടാകും. വജുഇലതു ഖുർറതു ഐനി ഫിസ്സലാ. എൻ്റെ ഈ ഇഹലോകത്തെ ഏറ്റവും വലിയ ആവേശം, വജുഇലതു ഖുർറതു ഐനി ഫിസ്സലാ ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും സലാസ്. നിബിതങ്ങൾ പറഞ്ഞതാ, നിങ്ങളെ ദുനിയാവിൽ എനിക്കിഷ്ടം 3 കാര്യമാണ്. എന്നിട്ട് പറഞ്ഞു അത്വീബു വന്നിസാ. ഒന്ന് സുഗന്ധം, നബി തങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. ദുർഗന്ധം നബി ഇഷ്ടപ്പെട്ടിരുന്നില്ല. നല്ല ഗന്ധം, നല്ല സുഗന്ധം. അപ്പോൾ നറുമണം പരത്തുക, അപ്പോൾ എത്ര ഉപയോഗിക്കുക, എത്ര കൊടുക്കുക, വാങ്ങുക, ഉപയോഗിക്കുക, ഇത് വലിയ ഇഷ്ടമായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നബി തങ്ങൾ പറഞ്ഞു അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന പെൺവർഗത്തിന് വേണ്ടി സംസാരിക്കുക, നിസാ, പെണ്ണുങ്ങൾക്ക് വേണ്ടി. മുത്തുനബി ഒരുപാട് ഹദീസുകൾ പറഞ്ഞിട്ടുണ്ട്. എനിക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ്. എത്ര ഹദീസുകളാണ് പെണ്ണുങ്ങളുടെ പക്ഷത്ത് എന്ന് പറഞ്ഞത്. ഒരു സ്ത്രീ പക്ഷ വായന ഇസ്ലാമിൻ്റേത് നടത്തുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ പെണ്ണുങ്ങൾ ഇളകി മറിയും. അത്രമാത്രം സ്ത്രീ പക്ഷത്ത് നിന്ന് സംസാരിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. എന്നിട്ടാണ് ഇസ്ലാം സ്ത്രീ വിരുദ്ധമാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ത്രീ വിരുദ്ധമാണ് ഇസ്ലാം എന്ന് പ്രചരിപ്പിക്കുന്നത് അന്തല്ലാത്ത വർത്താനാണ്. ഇതൊരിക്കലും ശരിയല്ല. അപ്പൊ അതിനെന്ത് ചെയ്യണം? വിശുദ്ധ ഖുർആനെ പറ്റി പഠിക്കാൻ തയ്യാറാകണം. ഖുർആന്റെ ആശയങ്ങൾ എന്താന്ന് പഠിക്കാൻ തയ്യാറാകണം. അപ്പോഴേ അത് തിരിയുള്ളൂ. അപ്പൊ ഏതാവട്ടെ, നബിതങ്ങൾ പറഞ്ഞു പാവപ്പെട്ട പെണ്ണുങ്ങൾ അവർക്ക് വേണ്ടി നിലകൊള്ളുക, ഇതെൻ്റെ ജീവിതത്തിലെ വലിയ ഹരാണ്. ഇത് കഴിഞ്ഞിട്ട് നബിതങ്ങൾ പറഞ്ഞു പിന്നെ വജുഇലതു ഖുർറതു ഐനി ഫിസ്സലാ. പക്ഷെ ഇതൊക്കെയാണെങ്കിലും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദം, ഖുർറതു ഐൻ എന്ന് പറഞ്ഞാൽ കൺകുളിർമ, എനിക്ക് ഏറ്റവും പരമാനന്ദം ലഭിക്കുന്നത് എവിടെയെന്നറിയോ? ഫിസ്സലാ, നിസ്കാരത്തിലാണ്. നിസ്കാരത്തിലാണ് എനിക്ക് പരമാനന്ദം ലഭിക്കുന്നത്. യാ അല്ലാഹ്, ആനന്ദത്തോടെ നിസ്കരിക്കുക അല്ലേ? കേട്ടിട്ട് തന്നെ പൂതിയാവുന്നില്ലേ? നമുക്കത് അറിയില്ല. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു എനിക്കും അതിന് തൗഫീക്ക് നൽകട്ടെ. 5 നേരത്തെ നിസ്കാരം ആത്മാവിൻ്റെ കൃത്യമായ റീചാർജ് സ്റ്റേഷനാണ്. റീചാർജ് ചെയ്യാനുള്ള ഒരു സ്റ്റേഷനാണ് ഈ നിസ്കാരം. അവിടെ പോയാൽ ആത്മാവ് ഒന്ന് സ്ഫുടം ചെയ്തെടുക്കും. അള്ളാഹു അതൊക്കെ കൃത്യമായി നിർവഹിക്കാൻ തൗഫീക്ക് നൽകട്ടെ. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അവിടെ നിന്നിട്ട് നമുക്ക് അടുത്ത ആഴ്ച ആക്കാം. ഞാൻ ഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ വരെ എത്തിക്കണം എന്ന് കരുതിയതാണ്. പക്ഷേ 1-2 ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നീണ്ടുപോയതാണ്.
വിചാരിച്ചിടത്തേക്ക് കിട്ടാതിരുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ച പറയാം. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. വളരെ മനോഹരമായ പാഠങ്ങളാണ് ഈ സൂറത്തുൽ ബഖറയിലെ ആദ്യത്തെ 5 വചനങ്ങൾ നൽകിയിട്ടുള്ളത്. അല്ലാഹുവേ അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ ക്ലാസ് നീ സ്വീകരിക്കണേ അല്ലാഹ്.